السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. നിന്നെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അവൻ ഉദ്ദേശിച്ച രീതിയിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്ത നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ ഗുറൂറിലാക്കിയത് എന്താണ്? നിന്നെ വഞ്ചനയിലാക്കിയത് എന്താണ്? ഗുറൂർ എന്ന് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല ഞാനൊരു വഞ്ചനയിലാണ് എന്ന്. അങ്ങനെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെ റബ്ബിന്റെ വിഷയത്തിൽ, റബ്ബിനോടുള്ള ബാധ്യതകളുടെ വിഷയത്തിൽ, എന്തിനാണ് റബ്ബ് നമ്മെ സൃഷ്ടിച്ചത് എന്നുള്ള വിഷയത്തിൽ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ നിന്നെ വഞ്ചിച്ചത് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു തആല എന്താണ് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ വഞ്ചനകൾ എന്നും പറഞ്ഞു തരുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു തആല അതിൽ പറയുന്നത്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ദുനിയാവിലെ ജീവിതം, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഗറൂർ, പരമവഞ്ചകനായ ശൈത്താനും പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ വഞ്ചിച്ചു കളയുന്ന കാര്യങ്ങളാണ്. പിശാചിന് മനുഷ്യന്റെ മേലെ അവനെ വഞ്ചനയിലാക്കാനും അവനെ അശ്രദ്ധയിലാക്കാനുമുള്ള പ്രധാനപ്പെട്ട ആയുധമാണ് ദുനിയാവ്. ദുനിയാവിനെ കാണിച്ച് കൊതിപ്പിക്കുകയും അതിൽ അമാനി, വ്യാമോഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മുൻഗാമികളായ അവർ അഥവാ മുൻപുണ്ടായിരുന്ന സമൂഹക്കാർ, അവർ അവരുടെ കുഫറിലും അതുപോലെ അവരിലേക്ക് നിയോഗിതനായ പ്രവാചകന്മാരെ, റസൂലുകളെ നിഷേധിക്കാനും ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുബ്ബുദ്ദുനിയ, അവരുടെ ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. എല്ലാ തിന്മയുടെയും അടിസ്ഥാനം ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. ദുനിയാവ് നിലനിൽക്കുന്നതാണ് എന്നുള്ള ബോധമാണ്. അതൊരു മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് വലിയ രീതിയിൽ തടഞ്ഞു കളയും. ദുനിയാവ് മനുഷ്യനെ വലിയ രീതിയിൽ സിഹർ ചെയ്യും, അവന്റെ മനസ്സിനെ മാറ്റിക്കളയും. അതിനാൽ തന്നെ ദുനിയാവിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന് കൊടുത്തിട്ടുള്ള സ്ഥാനം? എന്താണ് നമുക്ക് ദുനിയാവിൽ നിന്ന് എടുക്കാനുള്ളത്? എന്തിൽ നിന്നെല്ലാമാണ് നാം ദുനിയാവിൽ നിന്ന് അകലേണ്ടത്? ഇത് നാം മനസ്സിലാക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ് ഉദ്ദത്തുസ് സ്വാബിരീൻ വ ദഖീറത്തുശ് ശാകിരീൻ എന്ന കിതാബ്. ആ കിതാബിൽ അദ്ദേഹം ഒരു ഭാഗത്ത് ദുനിയാവിനെ മനസ്സിലാക്കി തരാൻ, ദുനിയാവിനെ ഒരാൾക്ക് മനസ്സിലാകാൻ 20 ചില്ലാനം, ചില 20 അല്ലെങ്കിൽ 21, 22, ചില 20ഓളം ഉപമകളിലൂടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഉപമകൾ എന്നുള്ളത് നമുക്കറിയാം, അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയാണ്. അല്ലാഹു തആല പറഞ്ഞു, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. നാം ഈ ഉപമകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപമകൾ പറയുകയാണ്. ബുദ്ധിയുള്ളവർ ചിന്തിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ വലഖദ് വറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആൻ മിൻ കുല്ലി മസൽ. ഖുർആനിൽ നാം ഒരുപാട് ഉപമകൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നാം പറഞ്ഞിട്ടുണ്ട്, നാം കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയും. പല കാര്യങ്ങളെയും അല്ലാഹു ഉപമിച്ചത് കാണാം. ഉപമകൾ ഒരു കാര്യം മനുഷ്യന് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴികളാണ്. അതിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ദുനിയാവിനെ വ്യത്യസ്ത ചില ഉപമകളിലൂടെ, ചില കഥകൾ പോലെ അല്ലെങ്കിൽ ചില രീതികൾ പറഞ്ഞുകൊണ്ട് ദുനിയാവിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ളത് മാത്രമാണ് നിലനിൽക്കുകയുള്ളൂ. ദുനിയാവ് തീർച്ച ഫാനിയത്തുൻ, നശിച്ചു പോകും. ദുനിയാവിൽ നിലനിൽക്കുന്ന ഒരു സാധനമല്ല. നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടാലും എത്രത്തോളം ആഗ്രഹിച്ചാലും ദുനിയാവ് നിലനിൽക്കില്ല. അല്ലാഹു തആല പറഞ്ഞു, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളിലുള്ളതെല്ലാം നശിച്ചു പോകും. നിങ്ങളുടെ അടുക്കലുള്ളത്, അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ
ദുനിയാവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായും അള്ളാഹുവിന്റെ തൃപ്തിയാവുകയും ചെയ്യുമ്പോൾ നമുക്ക് നാളെ പരലോകത്ത് വലിയ പ്രതിഫലമാണ്. കുഫാറുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ദുനിയാവല്ലാത്ത ഒന്നും അവർക്ക് ചിന്തല്ല. ദുനിയാണ് അവരുടെ പ്രധാന ചിന്ത. അതുകൊണ്ട് തന്നെ അവർക്ക് ദുനിയാവിലുള്ള വസ്തുക്കൾ അള്ളാഹു തആല നൽകും. പക്ഷെ പരലോകത്ത് അവർ നഷ്ടക്കാരായിരിക്കും. അള്ളാഹു തആല പറഞ്ഞു, മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ആരാണോ ദുനിയാവ് ഉദ്ദേശിക്കുന്നത്, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്, അവന് ദുനിയാവിൽ അത് കിട്ടും. അതൊരു മുസ്ലിം ആണെങ്കിലും കിട്ടും, കാഫിറാണെങ്കിലും കിട്ടും. ദുനിയാവ് ലക്ഷ്യം വെച്ച് ചെയ്താൽ അതിനനുസൃതമായ അവൻ എന്താണോ ആഗ്രഹിച്ചത് അത് അല്ലാഹു തആല കൊടുക്കും. ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. പക്ഷെ അവർക്ക് പരലോകത്ത് നരകമല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വഹബിത മാ സനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅമലൂൻ. ദുനിയാവിൽ അവർ ചെയ്തു കൂട്ടിയതെല്ലാം നഷ്ടമാകുന്ന, നിഷ്ഫലമാകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന 20 ഉപമകൾ വളരെ ചെറിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ആലോചിക്കുന്നവർക്ക് വളരെയധികം ഉൾക്കാഴ്ച ലഭിക്കുന്ന, ദുനിയാവിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഉപമ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ദുനിയാവിൽ ഒരടിമയുടെ അവസ്ഥയാണ്. ഒരടിമക്ക് ദുനിയാവിന്റെ അവസ്ഥയാണ്. എന്നിട്ട് അദ്ദേഹം തുടക്കം പറയുന്നത് ലിൽ അബ്ദി സലാസതു അഹ്വാൽ. ഒരു അടിമക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യര് 3 അവസ്ഥകളുണ്ട്. ഒന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ. ഹാലത്തുൻ ലം യകുൻ ഫീഹാ ഷൈഅൻ. അവന് ഒന്നും എന്ന് പറയാൻ പറ്റാത്ത, അല്ലാഹു തആല ചോദിച്ചതുപോലെ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ. പ്രത്യേകിച്ച് എന്താണെന്ന് പറയാൻ പറ്റാത്ത, ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലം. രണ്ടാമത്തേത് ജനിച്ച് വീണതിന് ശേഷം മരിക്കുന്നത് വരെയുള്ള ഈ കാലഘട്ടം, ജീവിതത്തിൽ ദുനിയാവിലെ കാലഘട്ടം. പിന്നീടുള്ളത് മരണത്തിന് ശേഷമുള്ള നിലനിൽക്കുന്ന തുടർച്ചയായിട്ടുള്ള കാലഘട്ടം. ഇത് ഈ 3 കാലഘട്ടമാണ് മനുഷ്യനുള്ളത്. ഇതിനെ വീണ്ടും നമുക്ക് ഓരോന്നിനെയും വേർതിരിക്കാൻ സാധിക്കും. ജനിക്കുന്നതിന് മുൻപുള്ളത് ഒരു നുത്ഫയായത്, അലഖയായത്, മുളകയായത്, മുഖല്ലഖത്ത് മാംസകഷ്ണമായത്, അതുപോലെ ഒരു കുട്ടിയാകുന്നത്, അത് ജനിക്കുന്നതിന് മുമ്പ്. കുട്ടിയായി ജനിച്ചത് മുതൽ ബാല്യം, അതുപോലെ കൗമാരം, യുവത്വം, അതുപോലെ പ്രായമാകുന്ന വാർദ്ധക്യം, അതുപോലെയുള്ള അവസ്ഥകൾ നമുക്ക് പറയാം. മരിച്ചതിന് ശേഷം ഖബറിൽ, ബർസഖ്, മഹ്ശർ, സ്വർഗം, നരകം, അങ്ങനെയും പറയാം, വേർതിരിക്കാൻ സാധിക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ 3 ഘട്ടങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടം എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്തതാണ്. ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നു ചിന്തിച്ച് നമുക്ക് എവിടെ എത്താൻ പറ്റുമോ? എവിടെ എത്താൻ പറ്റൂല. മരണത്തിന് ശേഷമുള്ള എന്താ? അവസാനമില്ലാത്ത അവസ്ഥയാണ്. ഒന്നെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. ഈ 2 അവസ്ഥയിൽ ഖാലിദീന ഫീഹ, അവൻ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ 2 അറ്റമില്ല. എന്നാൽ അതിനിടയിലുള്ള ഈ ഒരു ചെറിയ ഭാഗം, ഈ ചെറിയ ഭാഗം നമ്മുടെ ജീവിതം, അത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഒരാൾ ഉറ്റാലോചിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും. യഅലമു അന്നഹു അഖല്ല മിൻ തറഫത്തി ഐനിൻ ഫീ മിഖ്ദാരി ഉമരി ദുനിയ. ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ 2 വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ണിമ വെട്ടുന്ന നേരേ ഉള്ളൂ. വളരെ നിസ്സാരമാണ്, കുറച്ച് സമയമുള്ളൂ. അപ്പൊ ഒരു മനുഷ്യൻ ഇത് ചിന്തിച്ചാൽ തന്നെ അവന് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ നിരർത്ഥകത, ദുനിയാവിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വ്യക്തമായി കാണിച്ചു തന്നു. റസൂലുള്ളാഹി ഇവിടെ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനോ വലിയ നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണിയെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. മാലി വലിദ്ദുനിയ ഇന്നമാ മസലി വമസലുദ് ദുനിയ ഇല്ലാ കറാകിബിൻ ഖാല ഫീ ളില്ലി ഷജറത്തിൻ ثم راح وتركها. ഞാനും ദുനിയാവും എന്ത് ബന്ധമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നമ്മൾ മാതൃകയാക്കേണ്ട അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഞാനും ദുനിയാവും തമ്മിൽ എന്താ? ഞാനും ദുനിയാവിന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരൻ അവന്റെ യാത്രയിൽ കുറച്ച് തണലിന് വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്നു. അതുപോലെയാണ് ദുനിയാവുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം, ദുനിയാവുമായിട്ടുള്ള എന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അത്രയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്ദുനിയ ഫിൽ ആഖിറ ഇല്ലാ കമാ യജ്അലു അഹദുകും ഇസ്ബഅഹു ഫിൽ യം ഫൽയൻദുർ ബിമാ യർജി. പരലോകത്തെ വെച്ച് ദുനിയാവ് നോക്കുമ്പോൾ, ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ വിരലെടുത്ത് കടലിലൊന്നിട്ടു, കടലിൽ ഒന്നിട്ടിട്ട് തിരിച്ചെടുത്തു. അപ്പൊ എന്താണ് ആ വിരലിന് ബാക്കിയുള്ളത്?
അതാണ് ദുനിയാവിന്റെ അവസ്ഥ. പരലോകമെന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ആ കടൽ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമ പറഞ്ഞത് കാണാം. ഒരുപാട് പണ്ഡിതന്മാർ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗലായി കൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു വാക്ക് കാണാം, അദ്ദുന്യ ഖൻതിറത്തുൻ ഫഅബ്റുഹാ വലാ തുഅമ്മുറുഹാ. ദുനിയാവ് എന്ന് പറഞ്ഞ ഒരു പാലാണ്. ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള പാലമാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവിടെ നിങ്ങൾ താമസിക്കാൻ നിൽക്കരുത്, സ്ഥിരതാമസത്തിന്റെ സ്ഥലമായിട്ട് എടുക്കരുത്, നിങ്ങളത് കടന്നു പോവുക എന്നുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഉപമയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വല്ലഹദു ഹുവ റുക്നു الثاني عفوا والمهد هو الركن الاول على اول قنطره واللحد في الركن الثاني على اخرها. ഒരു മനുഷ്യന്റെ തൊട്ടിൽ എന്നുള്ളത് ഈ പാലത്തിന്റെ ആദ്യത്തെ തൂണും അതുപോലെ തന്നെ ഖബർ എന്നുള്ളത് ഈ പാലത്തിന്റെ അപ്പുറത്തെ തൂണുമാണ്. ഇതിന്റെ ഇടയിലുള്ള നടത്താണ്. ചില ആളുകൾ തുടങ്ങിയിട്ടുണ്ട്, ചില ആളുകൾ പകുതി എത്തി, ചില ആളുകൾ അവസാനത്തിലെത്തി. ആരെങ്കിലും ആ പാലത്തുമ്പോൾ നിന്നിട്ട് അവിടെ വീടുണ്ടാക്കി താമസിക്കാൻ നോക്കിയാൽ എന്തായാലും ഒരു ദിവസം പോണം, അവിടെ പോണം. പാലത്തിൽ ആരും സ്ഥിരതാമസത്തിന് സ്ഥലമായിട്ട് എടുക്കൂല. പക്ഷേ ഇത് കടന്നു പോകേണ്ടതാണ് എന്നുള്ള ബോധത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. അപ്പൊ ഒന്നാമത് അതിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ദുനിയാവ് എത്ര നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഉപമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ദുനിയാവിന്റെ ശഹ്വത്തുകളെ സംബന്ധിച്ചിട്ടാണ്. ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന ഇച്ഛകളും ആഗ്രഹങ്ങളും. അദ്ദേഹം പറയുന്നത് ശഹ്വാത്തു ദുനിയ ഫിൽ ഖൽബ് കശഹ്വാത്തിൽ അത്ഇമതി ഫിൽ മഅദ. വയറ്റില് ഭക്ഷണത്തിനോടുണ്ടാവുന്ന ശഹ്വത്ത് പോലെയാണ് കൽബില് ദുനിയാവിനോടുണ്ടാവുന്ന ശഹ്വത്ത് എന്ന് പറഞ്ഞാൽ. കൽബിൽ ദുനിയാവിനോടുള്ള ശഹ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിൽ ഭക്ഷണത്തിനോട് എത്ര ശഹ്വത്താണോ ഉണ്ടാവുക അതുപോലെയായിരിക്കും. വസൗഫ യജിദുൽ അബ്ദു ഇൻദൽ മൗതി ലശഹ്വാത്തി ദുനിയ ഫീ ഖൽബിഹി മിനൽ ഖറാഹത്തി വന്നത്നി വൽ ഖബ്ഹി മാ യജിദുഹു ലി അത്അമത്തി ലദീദ ഇദാ ഇൻതഹത് ഫിൽ മഅദത്തി ഗായതിഹാ. ഫിൽ മഅദത്തി ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം കഴിച്ചിട്ട് അത് നല്ല ആസ്വാദന ഒരു ഭക്ഷണം കഴിച്ച് അത് പുറന്തള്ളാൻ പുറന്തള്ളുമ്പോ എത്ര വെറുപ്പോട് കൂടിയിട്ട് മ്ലേച്ഛമായിട്ടാണ് അതിന് കാണുന്നത്. അതുപോലെയായിരിക്കും മരണസമയത്ത് കൽബിൽ ദുനിയാവിനോടുണ്ടായിരുന്ന ഇഷ്ടത്തെ ഒരടിമ കാണുക എന്നത്. അതായത് എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒരു മനുഷ്യന് ഏറ്റവും കഴിക്കാൻ രുചികരമായിട്ടും ആസ്വാദകരമായിട്ടും തോന്നുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മധുരവും അതുപോലെ കൊഴുപ്പും അതുപോലെ വ്യത്യസ്ത ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണമായിരിക്കും. ഇപ്പൊ നമ്മൾ കുറച്ച് പച്ചക്കറി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇവിടെ എടുത്തിട്ടുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ വല്ല ബിരിയാണി ഉണ്ട് വിചാരിക്കുക. നമുക്ക് ആഗ്രഹം തോന്നുന്നതും നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുന്ന സാധനം രുചികരമായത് ഏതായിരിക്കും? അത് കുറെ കൊഴുപ്പും കുറെ കാര്യങ്ങളുള്ളതായിരിക്കും. അതുപോലെ ഒരു മധുരമുള്ള പായസവും അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും കയ്പുള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കും. മനുഷ്യന് ഏറ്റവും രുചി ആഗ്രഹം തോന്നുന്നത് ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും. എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും അധികം പുറന്തള്ളാൻ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും പച്ചക്കറി നമുക്ക് ഭക്ഷണം കഴിച്ച് ദഹിച്ച് പുറന്തള്ളുന്നതിനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരുപാട് കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണം പുറന്തള്ളുന്നതിനാണോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക? നമുക്ക് ഒരുപാട് അങ്ങനത്തെ ഭക്ഷണം കഴിച്ച് ഇതൊന്ന് പുറന്തള്ളിയിരുന്നെങ്കിൽ തോന്നിപ്പോവും. പുറന്തള്ളിയാൽ തന്നെ ഇത് മ്ലേച്ഛമായതായിരിക്കും, മറ്റേതിനേക്കാൾ ഏറ്റവും മ്ലേച്ഛമായതായിരിക്കും. അതുപോലെയായിരിക്കും മരണസമയത്ത് കൽബിൽ ദുനിയാവിനോടുള്ള ഹുബ്ബ് കയറിക്കഴിഞ്ഞാൽ മരണസമയത്ത് അതൊന്ന് പോയിരുന്നെങ്കിൽ, അതൊന്ന് പുറന്തള്ളിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഈ ഭക്ഷണം പുറന്തള്ളിയെന്ന് കൊതിക്കുന്ന പോലെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ ആശയമാണ്. അബ്ദുഹ്ഹാഖ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലസ്ത തുഅതാ ബിതുആമിക വഖദ് മുല്ലിഹ വഖുസ്സിഹ ثم تشرب عليه الماء واللبن. വഹാക്കെ, നിനക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ഭക്ഷണം നിനക്ക് കൊണ്ടുവന്ന് തരാറില്ലേ? നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല മസാലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വേവിച്ചിട്ടുള്ള ആ രീതിയിലുള്ള നല്ലൊരു ഭക്ഷണം, നല്ല രീതിയിൽ വേവിച്ചിട്ടുള്ള ആ ഭക്ഷണം നിനക്ക് കൊണ്ടുവന്ന് തരാറില്ലേ? എന്നിട്ട് അതിന്റെ മേലെ നീ വെള്ളവും പാലും അതുപോലെ പാനീയങ്ങളും ഒക്കെ കുടിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സഹാബി പറഞ്ഞു, ബല, അങ്ങനെ ചെയ്യാറുണ്ട് റസൂലെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഇലാ മാ യസീറു, പിന്നെ അതെന്താവുക? നീ ഭക്ഷണം കഴിച്ച ആ സാധനം പിന്നെ എന്താണ് ആവുക എന്ന് ചോദിച്ചു. ഖാല ഇലാ മാ ഖദ് അലിംത, റസൂലുള്ളാഹി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ അതെന്താവുക നിങ്ങൾക്ക് അറിയാലോ, അതുപോലെ തന്നെ ആവുമെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, فإن الله عز وجل ضرب مثل الدنيا لما يصير إليه طعام ابن آدم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ദുനിയാവിന് ഒരു ഉപമ പറയുന്നു. എന്താണ് ഉപമ?
മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് പുറന്തള്ളുന്നത് പോലെ അള്ളാഹു ഇതാ ഇതിനൊരു ഉപമ പറയുന്നു. ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് എന്താണ്? ദുനിയാവ് അങ്ങനെയാണ്. നമ്മൾ എത്ര ആഗ്രഹം കൽബിൽ വെച്ചോ, നമ്മൾ ആഗ്രഹിച്ചൊരു കഴിച്ച ഭക്ഷണം പുറന്തള്ളുമ്പോൾ നമ്മുടെ ശരീരം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നല്ല കൊഴുപ്പുള്ള നല്ല ഭക്ഷണം കുറെ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് പുറം തള്ളിയിരുന്നെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിക്കും. പുറം തള്ളുമ്പോൾ തന്നെ കാഷ്ടിക്കുന്നത് എത്ര മ്ലേച്ഛമായിരിക്കും കൊഴുപ്പുള്ള ഭക്ഷണം. അതുപോലെ ദുനിയാവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മരണസമയത്ത് കൽബിൽ നിന്ന് പോയിരുന്നെങ്കിൽ അത് പോയാൽ തന്നെയും അത്രയും മ്ലേച്ഛമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സലഫുകളിൽ ചിലർ അവരുടെ ഒപ്പമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പറയും മുത്തലിഖു ഹത്താ ഉരീകുമുദ് ദുനിയ, നിന്റെ ഒപ്പം വായോ, ഞാൻ ദുനിയാവ് കാണിച്ചു തരാ പറയും. ദുനിയാവിന്റെ അവസ്ഥ എന്താ കാണിച്ചു തരാന്ന് പറയും. എന്നിട്ട് വേസ്റ്റുകൾ കൊണ്ടുപോയിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറയും ഉൻദുറു ഇലാ തിമാരിഹാ വദജാജിഹാ വഅസ്ലിഹാ വസംനിഹാ അസ്ലിഹിം വസംനിഹിം. ദുനിയാവിന്റെ നോക്കി, ദുനിയാവിലെ ആളുകൾക്ക് ഉണ്ടായിരുന്ന അവരുടെ വിഭവങ്ങൾ, അവരുടെ മാംസങ്ങൾ, അവരുടെ നെയ്യ്, അവരുടെ തേന് എല്ലാം നോക്കി വെക്കും. അതായത് വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് അതെല്ലാം ചീഞ്ഞളിഞ്ഞു പോകുന്ന അവസ്ഥയിൽ പോയിട്ടുണ്ട്. അപ്പൊ ദുനിയാവ് എന്നുള്ളത് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപമ വളരെ മനോഹരവും ഉറ്റാലോചിക്കേണ്ടതുമായിട്ടുള്ള ഉപമയാണ്. മൂന്നാമത്തെ ഒരു ഉപമ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളിൽ മുഴുകുന്ന, പരലോകത്തെക്കുറിച്ച് അശ്രദ്ധമാക്കി കളഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ അനുഗ്രഹങ്ങളിൽ മുഴുകുന്ന ആളുകളുടെ ഉപമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് മസലു ഖൗമിൻ റകിബു സഫീനത ഫൻതഹത് ബിഹിം ഇലാ ജസീറ ഫഅമറഹുൽ മല്ലാഹു ബിൽ ഖുറൂജ് ലിഖളാഇൽ ഹാജ. ഒരു കൂട്ടം ആളുകൾ അവര് ഒരു കപ്പലിൽ യാത്ര പോയി. അങ്ങനെ അവരുടെ ചില പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി ഒരു ദ്വീപിൽ അവര് കപ്പൽ നിർത്തി. എന്നിട്ട് കപ്പിത്താൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് താക്കീത് ചെയ്തു, വേഗം വരണം, മെല്ലെ വരാൻ പാടില്ല, ഞങ്ങൾ തിരിച്ചു പോകും, വേഗം നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് വേഗം വരണം, അതുപോലെ തന്നെ പിന്നെ പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞു, ഇത് വിട്ടു പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ അവിടെ ഇറങ്ങി. ഓരോ ആളുകൾ ഓരോ ഭാഗത്തേക്കായിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ഓരോ ഭാഗത്തേക്കായിട്ട് ആ ദ്വീപിന്റെ പല സ്ഥലങ്ങളിലാക്കി പോയി. അങ്ങനെ ചില ആളുകൾ അവരുടെ ആവശ്യം, എന്തിനാവശ്യത്തിനാണോ അവിടെ നിർത്തിയത്, ആ ആവശ്യം പൂർത്തീകരിക്കുകയും വേഗം തിരിച്ച് കപ്പലിലേക്ക് വന്നു. വേഗം തിരിച്ച് കപ്പലിൽ വന്നപ്പോ എന്ത് സ്ഥലമുണ്ട്? ഒഴിഞ്ഞ കുറെ സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞല്ലോ, നല്ല ഉപമകളാണ്. നമുക്ക് ഉറ്റാലോചിച്ചാൽ നമ്മുടെ കൽബിന് വളരെയധികം ഉപകരിക്കുന്നതുമാണ്. അവിടെ കുറെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടായാലും കപ്പലിൽ ആരുമില്ല, ആദ്യം വന്നു, അപ്പൊ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് അവർ ഇരുന്നു. അവർക്ക് നല്ല വിശാലമായ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങൾ കിട്ടി. മറ്റൊരു കൂട്ടം ആളുകൾ അവരാ ദ്വീപ് ഇങ്ങനെ നോക്കിയിട്ട് അതിന്റെ പൂക്കളും അതിന്റെ വ്യത്യസ്ത നിറങ്ങളും അതിന്റെ അവിടെയുള്ള പക്ഷികളുടെ ശബ്ദവും അതൊക്കെ കേട്ട് അതിന്റെ ഓരോ സൗന്ദര്യം നോക്കി അവരിങ്ങനെ നടക്കാൻ തുടങ്ങി. അവരത് ഓരോന്നിങ്ങനെ നോക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവർക്ക് ഓർമ്മ വന്നത്, നമ്മുടെ കപ്പൽ വന്നിട്ട് നമുക്ക് പോവല്ലോ, നമുക്ക് വേഗം തിരിച്ചു പോകണല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് വേഗം തിരിച്ചു ഓടിപ്പോയി. ഫലം യുസാരിഫില്ല മകാനം വയ്യഖൻ ഫജലസ ഫീഹി. അവർക്ക് ആദ്യം വന്ന ആളുകളെ പോലെ സ്ഥലം കിട്ടിയിട്ടില്ല, സ്ഥലം കുറവായിരുന്നു. ഉള്ള സ്ഥലത്ത് അവർ കയറിയിരുന്നു. മറ്റു ചില ആളുകൾ അവര് ഇതിൽ തന്നെ ഇതുപോലെ ചില ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അവിടെയുള്ള ദ്വീപിൽ നിന്ന് കിട്ടിയ കുറെ പൂക്കളും സാധനങ്ങളൊക്കെ ആയിട്ട് അതും കൂട്ടിയെടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് കിട്ടിയ കുറെ കാര്യങ്ങൾ എടുത്തിട്ട് അതുമായിട്ടാണ് കപ്പലിൽ വന്നിട്ടുള്ളത്. കപ്പലിൽ വന്നു നോക്കിയപ്പോ അവർക്ക് ഉള്ളത് തന്നെ ഒന്ന് ഇടുങ്ങിയ സ്ഥലമേ ഉള്ളൂ. അതിൽ ഈ വസ്തുക്കൾ കൂടിയും വെക്കാൻ അവർക്ക് സ്ഥലമില്ല. അങ്ങനെ അവർക്ക് അതൊരു വലിയ ഭാരമായിട്ട് മാറി. അവർക്ക് വലിയ ഭാരമായി. എന്നിട്ട് അവർ സ്വയം കഴുത്തിൽ തൂക്കി അവരത് ഏറ്റി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. ആ അവസ്ഥ ഉണ്ടായത് മാത്രമല്ല, കുറച്ചു കഴിയുമ്പോൾ എന്തുണ്ടായി, അവർ കൊണ്ടുവന്ന ഈ പൂക്കളും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം നശിച്ചു പോയി. അത് വലിയൊരു ഭാരമായിട്ട് മാറി. മറ്റു ചില ആളുകൾ എന്ത് ചെയ്തു, ആ കപ്പലിന്റെ കാര്യം തന്നെ മറന്നുപോയിട്ട് ആ കപ്പിത്താൻ വിളിക്കുന്നത് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ആ ദ്വീപിന്റെ വിദൂരമായ പ്രദേശങ്ങളിൽ പോയി അവിടെ അതിന്റെ സൗന്ദര്യം നോക്കി, അതിന്റെ ചെടികൾ നോക്കി, അതിന്റെ വൃക്ഷങ്ങൾ നോക്കി, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കുക. പക്ഷെ നോക്കി നടക്കുമ്പോഴും അവര് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്.
എന്താ അവർക്ക് പേടി? വല്ല ജന്തുക്കളും വന്ന് പിടിക്കോ, വല്ല കാട്ടുമൃഗങ്ങളും വരുമോ, അല്ലെങ്കിൽ ഞങ്ങളെ വസ്ത്രങ്ങളൊക്കെ മുള്ളും കൊണ്ട് കീറോ, അങ്ങനെ ഞങ്ങളെ വസ്ത്രമൊക്കെ ഇതായിട്ട് ഞങ്ങൾ നഗ്നരാകുവോ, ഞങ്ങളുടെ നഗ്നത വെളിവാകുവോ എന്നുള്ള പേടിയും അതുപോലെ എന്തെങ്കിലും വരുമോ എന്നുള്ള പേടിയിലും കൂടിയാണ് ഉള്ളത്. ഉള്ളിൽ അവർക്ക് പേടിയുണ്ട്. പക്ഷെ അവരത് കണ്ട് അവരിങ്ങനെ പോയി നോക്കി. പിന്നെ ചിലപ്പോ പെട്ടെന്ന് അവർ തിരിച്ച് കപ്പലിനകത്ത് വരാൻ നോക്കിയപ്പോഴും അവിടെ സ്ഥലം തികയാതെ സ്ഥലം നിറഞ്ഞു പോയിട്ടുണ്ട്. ചിലർ അതിന്റെ തീരത്ത് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. മറ്റു ചിലർ അവിടെ മുഴുകിയിട്ട് വന്യമൃഗങ്ങൾ പിടിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. മറ്റു ചിലർ അവിടെ അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. അവർ തിരിച്ചു വന്നില്ല. അങ്ങനെ അത് ദുനിയാവിന്റെ ഒരു ഉപമയായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. നമ്മൾ ആലോചിച്ചാൽ മതി, വളരെ ചിന്താർഹമായിട്ടൊരു ഉപമയാണിത്. നമ്മൾ ദുനിയാവിലേക്ക് വന്ന് ഇവിടെ ആളുകൾ ഇതുപോലെ വ്യത്യസ്ത എന്താണ് ഇവിടെ ആവശ്യം, ആ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോവാൻ വേഗം തയ്യാറായിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഇതിന്റെ ആസ്വാദനങ്ങൾ ദുനിയാവിന്റെ ആസ്വാദനം മുഴുകുന്ന ആളുകൾ. പക്ഷെ മുഴുകുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും. അവർക്ക് ഈ ആസ്വാദനങ്ങൾ കാണുമ്പോഴും ഇതൊക്കെ നഷ്ടപ്പെടുവോ, എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് ഉള്ളിൽ പേടിയോട് കൂടിയിട്ട് ദുനിയാവ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആസ്വദിക്കുന്നവർ, അങ്ങനെ ദുനിയാവിൽ നശിച്ചു പോകുന്ന ആളുകൾ. ഇങ്ങനെ ദുനിയാവിനൊരു ഉപമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാവേണ്ടത്? എന്ത് ആവശ്യത്തിനാണോ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് അത് പൂർത്തീകരിക്കുക, വേഗം തിരിച്ചു പോകുക എന്നുള്ളത്. നാലാമത്തെ ഒരു ഉപമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളും ദുനിയാവും എങ്ങനെയാണ് എന്നുള്ളൊരു ഉപമയാണ്. എങ്ങനെയാണ് അതിന്റെ ഉപമ എന്നാണ്, ദുനിയാവിന്റെ വഞ്ചന എങ്ങനെയാണ് എന്നുള്ളൊരു ഉപമ പറയാണ്. ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ അറിയിച്ചതായിട്ട് റിവായത്തിൽ ചില പണ്ഡിതന്മാർ വഅഫ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു റഖായിഖിന്റെ ബാബിൽ ഈ ഹദീസ് കൊടുക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ മസലി വമസലുകും മസലുദ് ദുനിയ കമസലി ഖൗമിൻ സലകൂ മഫാസത ഗബ്റാ. എന്റെയും നിങ്ങളുടെയും ദുനിയാവിന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ വിജനമായ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്, അതിലൂടെ യാത്ര ചെയ്യാൻ. ഹത്താ ഇദാ ലം യദ്റൂ മാ സലകൂ മിൻഹാ അക്തറു അമ്മാ ബഖി അൻഫദു അസ്സാദ വഹസറു الظهر അൻഫദു അസ്സാദ വഹസറു الظهر. അവർക്കറിയില്ല അവരിപ്പോ വന്ന സ്ഥലമാണോ കൂടുതൽ, ഇനി ഇതിലും കൂടുതലാണോ മുന്നോട്ട് പോകേണ്ടത് എന്ന് അവർക്കറിയില്ല. അവരാകെ എത്ര ഉണ്ടെന്ന് അറിയാതെ നിൽക്കുക. വഖൗ മാ ബൈന ബഹ്റാനിൽ മഫാസ. അവരങ്ങനെ ആ വിജനമായ പ്രദേശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവരെ വിഭവങ്ങളില്ല, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല. ലാ സാദ വലാ ഹമൂല ഫൈഖനു ബിൽ ഹലക. അവര് നശിച്ചു, ഞങ്ങൾ ഇതപ്പം മരിക്കും അവർ ഉറപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ഫബൈനമാ ഹും കദാലിക ഇദ് ഖറജ അലൈഹിം റജുലുൻ ഫി ഹുല്ലത്തിൻ യഖ്തുറു റഅസഹു. അപ്പോൾ ഒരാളാ വഴി വന്നു. അയാളുടെ എന്താണ് നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, തലയിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഒറ്റുന്നുണ്ട്. ഇവർക്ക് വെള്ളമില്ല, ഒന്നുമില്ലാതെ മരുഭൂമിയിൽ വിജനമായ പ്രദേശത്താണ്. അപ്പോ വെള്ളത്തുള്ളികൾ ഒറ്റുന്നുണ്ട്. ഫഖാലു. അപ്പൊ ഈ വ്യക്തി ഇവരെ വ്യക്തി കണ്ടപ്പോൾ അവര് പറഞ്ഞു ഇന്ന ഹാദാ ഖരീബുൻ അഹ്ദ ബിസൈഫിൻ. ഇയാൾ വരുന്നത് അടുത്തൊരു സ്ഥലത്തു നിന്നാണ്, അഥവാ വെള്ളവും ഇതൊക്കെ ഉള്ള അടുത്ത സ്ഥലത്തു നിന്നാണ്. വമാ ജാഅകും ഹാദാ ഇല്ലാ മിൻ ഖരീബ്. അത് അടുത്ത് തന്നെ ഉണ്ട്, ഇയാൾ അടുത്തുനിന്നാ വരുന്നത്. ഫലമ്മാ ഇൻതഹാ ഇലൈഹിം. അങ്ങനെ ഇയാൾ ഇവരുടെ അടുത്ത് എത്തിയപ്പോ ഇയാൾ ചോദിച്ചു, യാ ഹൗലാ അലാമ അൻതും. കൂട്ടരെ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കണേ, എന്താ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അലാമ ചറ. നിങ്ങൾ കാണുന്ന പോലെ തന്നെ, നിങ്ങൾ കാണണ്ടല്ലോ ഞങ്ങളുടെ അവസ്ഥ, അങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. ഖാല. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, അറൈതും ഇൻ ഹദൈതുകും അലാ മാഇൻ റവാ വരിയാദിൻ ഖൗദിൻ മാ തജഅലൂന ലി. ഞാൻ നിങ്ങൾക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു തോട്ടത്തിലേക്കും നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നതിലേക്കും ഞാൻ വഴി കാണിക്കാം, നിങ്ങൾ എങ്ങനെ എന്നോട് നിൽക്കുക, നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ലാ നുഅസീക ശൈഅ. ഞങ്ങൾ ഒരു കാര്യം നീ പറഞ്ഞാലും ഞങ്ങൾ എതിര് നിൽക്കൂല, ഒക്കെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. ഖാല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉഹൂദുകും വമവാസിഖുഹും ബില്ലാഹ്. അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ടുള്ള കരാറാണ് ഇത് എന്ന് പറഞ്ഞു. ഖാല ഫഅതൂഹു ഉഹൂദഹും വമവാസിഖുഹും ബില്ലാഹ് ലാ യഅസൂനഹു ശൈഅ. അങ്ങനെ ഞങ്ങൾ ധിക്കരിക്കൂല എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ സാക്ഷി സത്യം പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഫൗറദഹും മാഅൻ വരിയാലൻ ഖദറ. അങ്ങനെ ഒരു സ്ഥലത്ത് അവർ കൊണ്ടുപോയി, നല്ല പച്ചപ്പ് നിറഞ്ഞ വെള്ളമുള്ള സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോയി. ഖാല ഫമക്കഥ ഫീഹിം മാ ശാ അല്ലാഹ്. അങ്ങനെ ഒരു കുറച്ച് കാലം അവിടെ നിന്നു. സുമ്മ ഖാല. അത് കഴിഞ്ഞിട്ട് ഇയാൾ വന്ന് പറഞ്ഞു, യാ ഹൗലായി അർറഹീൽ. കൂട്ടരെ നമുക്ക് പോവാ, സമയമായി നമുക്ക് പോവാന്ന് പറഞ്ഞു. ഖാലു. അപ്പൊ ഈ ആളുകൾ ചോദിച്ചു, ഇലാ ഐന. എങ്ങോട്ടപ്പോ പോണത്, എങ്ങോട്ടാ ഇനി പോവാനുള്ളത് ചോദിച്ചു. ഖാല ഇലാ മാഇൻ ലൈസ കമാഇകും വരിയാദിൻ ലൈസത് കരിയാദികും. നിങ്ങൾ ഇപ്പൊ കാണുന്ന വെള്ളം പോലെ അല്ലാത്ത വെള്ളമുള്ള ഒരു സ്ഥലം, നിങ്ങൾ ഇപ്പൊ കാണുന്ന തോട്ടം പോലെ അല്ലാത്ത അതിലും നല്ല തോട്ടമുള്ള ഒരു സ്ഥലം. ഖാല ഫഖാല ജുല്ലുൽ ഖൗമി വഹും അക്സറുഹും. അധിക ആളുകളും ആ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, വല്ലാഹി മാ വജദ്നാ ഹാദാ ഹത്താ വനന്നാ അല്ലൻ നജിദഹു. ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിയത് ഞങ്ങൾ ഒരിക്കലും എത്തൂല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വമാ നസ്നഉ ബിഐശിൻ ഹുവ ഖൈറും മിൻ ഹാദാ. ഇതിനേക്കാൾ നല്ലൊരു ജീവിതം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ,
ഇവിടെ ഞങ്ങൾക്ക് നല്ല സുഖമുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇനി ഇതിനേക്കാൾ നല്ലോണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അതിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞു. വഖാലത്ത് ത്വായിഫത്തുൻ വഹും അഖല്ലുഹും, അതിൽ കുറഞ്ഞ ആളുകൾ പറഞ്ഞു അലം തുഅതു ഹാദർ റജുല ഉഹൂദകും വമവാസിഖകും ബില്ലാഹ് ലാ തഅസൂനഹു ഷൈഅ, നിങ്ങൾ വാക്ക് കൊടുത്തതല്ലേ ഒരു വിഷയത്തിൽ ഇയാളെ ധിക്കരിക്കൂല എന്നുള്ളത്, പിന്നെന്താ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറയണത്? വഖദ് സദഖകും ഫി അവ്വലി ഹദീസി, ആദ്യം പറഞ്ഞത് സത്യമായിട്ടുണ്ട്, ഇയാൾ പറഞ്ഞ ആദ്യം കാര്യം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാ പറഞ്ഞത് സത്യമായിട്ടുണ്ട്. ഫവല്ലാഹി യുസദ്ദിഖന്നകും ഫി ആഖിരിഹി, തീർച്ചയായിട്ടും അടുത്തയിലും അത് സത്യം പോലെയായിരിക്കും, അഥവാ എന്തായാലും അതുപോലെ അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇയാൾ കൊണ്ടുവന്ന് പറഞ്ഞു. ഫറാഹ ബിമൻ ഇത്തബഅഹു വതഖല്ലഫ ബഖിയതുഹും ഫബാദറഹും അദുവുഹും ഫഅസ്ബഹു ബൈന അസീരിൻ വഖതീൽ, അങ്ങനെ കുറച്ച് ആളുകൾ ഇയാളുടെ ഒപ്പം പോയി, ബാക്കിയുള്ളവർ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് തന്നെ അവരിലേക്ക് ശത്രുക്കൾ വരികയും അവരെ തടവിലാക്കുകയും അവരെ കൊല്ലുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഉപമയാണ്, വളരെ ചിന്താർഹമായിട്ടൊരു ഉപമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ക്ഷണിക്കുന്നത് ഉറപ്പായിട്ടുള്ള ദൃഢമായിട്ടുള്ള കാര്യത്തിലേക്കാണ്. നാളെ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പരലോകമെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദുനിയാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളെല്ലാം സത്യമായി പുലർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, റസൂലുള്ളാഹിന്റെ വിഷയത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഈ ദുനിയാവിനെ പരിഗണിക്കേണ്ട രീതിയിൽ മാത്രം പരിഗണിച്ചിട്ട് കൂടുതൽ സ്ഥാനം കൊടുക്കാതെ നമ്മൾ നിന്നാൽ തീർച്ച നാളെ പരലോകം അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്, സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. അതല്ല ദുനിയാവിലെ ജീവിതം മാത്രമാണ് ജീവിതം എന്നുള്ള നിലയ്ക്ക് അതിൽ മുഴുകിപ്പോയാൽ അവര് നഷ്ടക്കാരായിരിക്കും, പിശാചിന്റെ കെടിയിൽപ്പെടും, അത് അവസാനം നരകത്തിലേക്കാണ് അവനെ നയിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ ഉറ്റാലോചിക്കുക. അഞ്ചാമത്തെ ഒരു ഉപമ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉപമയാണ്, ഒരു മരത്തിന്റെ തണലിൽ യാത്രക്കാരൻ വിശ്രമിക്കുന്നത് പോലെയുള്ള ഒരു ഉപമ, അത് കൂടുതൽ പറയുന്നില്ല. ആറാമത്തേത് ദുനിയാവ് എന്നുള്ളത് സഹോദരങ്ങളെ നിലനിൽക്കുന്നതല്ല, അത് നശിച്ചു പോകുന്ന ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് അദ്ദേഹം ഒരു ഉപമ പറയാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒരു ആകാശഭൂമികൾ മൊത്തം എന്തെങ്കിലും ഒരു ധാന്യം കൊണ്ട് നിറച്ചു എന്ന് വിചാരിക്കുക. ആ ധാന്യം 1000 വർഷത്തിലാണ് ഒരു പക്ഷി ഒരു ധാന്യം, ഒരു ചെറിയ ധാന്യം എടുത്തുകൊണ്ട് പോകുന്നു വിചാരിക്കാം. അങ്ങനെ എടുത്തു പോയാൽ പോലും 1000 വർഷത്തിൽ ഒരു പക്ഷി ആകാശഭൂമികൾ നിറയെ ഒരു ധാന്യം വെച്ചിട്ട് ഓരോ ധാന്യങ്ങളായിട്ട് എടുത്തു പോയാൽ പോലും ഒരു ദിവസം എന്തായിരിക്കും, അത് തീരും, ഒരു ദിവസം അത് അവസാനിക്കും. അതുപോലെയാണ് ദുനിയാവ്, അഥവാ ഒരു ദിവസം എന്തായാലും അത് അവസാനിക്കും. പക്ഷെ പരലോകം എന്ന് പറഞ്ഞാലോ അതൊരിക്കലും അവസാനിക്കുകയില്ല, ഒരിക്കലും അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ വലാ നിസ്ബത ലിൽ മഹ്സൂരി ഇലാ ഗൈരി മഹ്സൂർ, ഒരു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടുള്ള സാധനവും പരിധി നിശ്ചയിക്കാത്തൊരു സാധനവും തമ്മിൽ ഒരിക്കലും യോജിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്, ഈ ഭൂമിയിലെ കടലിലെ വെള്ളം മൊത്തം മഷിയാവുകയും ഈ ഭൂമിയിലെ വൃക്ഷങ്ങൾ മൊത്തം പേനയാവുകയും ചെയ്താൽ അതുകൊണ്ട് എഴുതിയാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കലാം എന്താവൂല, അവസാനിക്കില്ല. കാരണം അള്ളാഹുവിന്റെ കലാമിന് അവസാനമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നും നിലനിൽക്കുന്നതാണ്. ദുനിയാവിലെ ഈ വസ്തുക്കളൊക്കെ അവസാനിക്കുന്നതുമാണ്. അത്രത്തോളം അള്ളാഹുവിന്റെ കലാം പറഞ്ഞാൽ എന്താ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. അപ്പൊ അത് അള്ളാഹു തആല നിൽക്കുന്ന കാലത്തോളം അത് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അതിന് അവസാനമില്ല, ദുനിയാവ് അവസാനിക്കുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ എടുത്തു പറഞ്ഞത്. എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു ഇബാറത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുന്നുണ്ട്, ലം യസലില്ലാഹു മുതകല്ലിമൻ ഇദാ ശാഅ, അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തോളം അള്ളാഹു സംസാരിക്കുന്നവനാണ്. അല്ലാഹു തആല പരിശുദ്ധനാണ്, അവന്റെ സംസാരത്തിന് യോജിച്ച രീതിയിൽ. അല്ലാഹു അവന്റെ ദാത്തിൽ പൂർണ്ണതയുള്ളവനാണ്. വലാ യകൂനു ഇല്ലാ കാമിലൻ വൽമുതകല്ലിമു അക്മലു മിമ്മൻ ലാ യതകല്ലം വഹുവ സുബ്ഹാനഹു ലം യുൽഹിഖു കലലം വലാ തഅബ് വലാ സാമത മിനൽ കലാം. അല്ലാഹു തആല എല്ലാ പൂർണ്ണതയും ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവന്റെ സംസാരം കൊണ്ട് ഒരിക്കലും എന്തുണ്ടാവുന്നില്ല, ഒരു ക്ഷീണിതനോ ഏതെങ്കിലും രൂപത്തിലൊന്നും ഒരു ക്ഷീണം സംഭവിക്കുന്നില്ല. വഹുവ യഖ്ലുഖു വയുദബ്ബിറു ഖൽഖഹു ബികലിമാതി, അവന്റെ കലിമത്ത് കൊണ്ടാണ് അല്ലാഹു സൃഷ്ടിക്കുന്നതും കാര്യങ്ങൾ കൽപ്പിക്കുന്നതും. ഫകലിമാതുഹു യല്ലതി ഔജദ ബിഹാ ഖൽഖഹു അംറഹു വദാലിക ഹഖീഖതു മുൽകിഹി വറുബൂബിയതിഹി വഇലാഹിയതിഹി വഹുവ ലാ യകൂനു ഇല്ലാ റബ്ബൻ മലികൻ ഇലാഹൻ ലാ ഇലാഹ ഇല്ലാഹു. അഥവാ പൂർണ്ണമായ അധികാരവും എന്നും നിലനിൽക്കുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ അൽ മഖ്സൂദ്
അന്ന ദുനിയ നഫ്സുൻ മിൻ അൻഫാസിൽ ആഖിറ, പരലോകത്തിന്റെ ശ്വാസങ്ങളിൽ ഒരു ശ്വാസം മാത്രമാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ നിമിഷങ്ങളിൽ ഒരു നിമിഷം മാത്രമാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ, ദുനിയാവ് തീർച്ചയായിട്ടും ഫാനിയത്തുൻ, നശിക്കുന്നതാ, ഒരിക്കലും അത് നിലനിൽക്കുകയില്ല. അത് ഉറ്റാലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഏഴാമത്തെ ഒരു ഉപമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ദുനിയാവിനോടുള്ള ആർത്തി, ദുനിയാവിന്റെ വസ്തുക്കളോട്, സമ്പത്തിനോട്, സൗകര്യങ്ങളോട് അതിനുള്ള ആർത്തിക്കൊരു ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപമ കൊടുക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നു, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖതബ അന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജനങ്ങളോട് സംസാരിക്കാൻ, ഖുതുബ നിർവഹിക്കാൻ പറഞ്ഞു ലാ വല്ലാഹി മാ അഖ്ശാ അലൈക്കും ഇല്ലാ മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹ്റത്തി ദുനിയ, അല്ലാഹുവാണ് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന കാര്യം, അല്ലാഹു ദുനിയാവിന്റെ അലങ്കാരങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരുമോ എന്നുള്ളതാണ്. ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, റസൂലേ, അവ യഅതി അൽ ഖൈറു ബിശ്ശർ, ഒരു നന്മ ഒരു തിന്മയെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അതായത് ദുനിയാവിന്റെ അലങ്കാരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നന്മ ഉണ്ട് അതില്, അപ്പൊ ആ നന്മ പിന്നൊരു തിന്മയെ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസാമത റസൂലുള്ളാഹ്, കുറച്ചു നേരം നിശബ്ദനായി നിന്നു. തുമ്മ ഖാല, അതിന് കുറച്ചു നേരം ചോദിച്ചു, കൈഫ ഖുൽത, നീ എന്താണ് ചോദിച്ചത്, നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. ഖാല യാ റസൂലല്ലാഹ് അവ യഅതി അൽ ഖൈറു ബിശ്ശർ, നന്മ തിന്മയെ കൊണ്ടുവരുമോ റസൂലേ, അതാണ് ഞാൻ ചോദിച്ചത് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖൈറ ലാ യഅതി ഇല്ലാ ബിൽ ഖൈർ, നന്മ നന്മയല്ലാതെ ഒന്നും കൊണ്ടുവരില്ല. വ ഇന്ന മിമ്മാ യുൻബിതു റബീഉ മാ യഖ്തുൽ ഹബതൻ ഔ യുലിം, ഒരു റബീഇൽ നല്ല ചെടികളെല്ലാം മുളക്കുന്ന ആ സമയത്ത് ധാരാളം ചെടികൾ മുളക്കുകയും അത് ഭക്ഷിക്കുന്ന ജന്തുക്കള് ചിലപ്പോൾ അത് കൂടുതലായി ഭക്ഷിച്ച് മരിച്ചു പോകുന്ന, ചത്തുപോകുന്ന, വയറിന് അസുഖം വരുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദോഷം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇല്ല ആക്കിലത്തൽ ഖബരി أكلت حتى إذا امتلعت خاصرتها استقبلت عين الشمس فصلتت وبالت ثم اجترت. ഒരാൾ ഒഴികെ, അതിൽ നിന്ന് ഒരു ജന്തു ഒഴികെ നല്ല ആവശ്യമായിട്ടുള്ള ചെടികൾ മാത്രം കഴിക്കുകയും അത് അതിനാവശ്യമായ രീതിയിൽ കഴിച്ചതിന് ശേഷം അത് സൂര്യന്റെ മുന്നിൽ, സൂര്യപ്രകാശത്തിന് മുൻപിൽ ചെല്ലുകയും പിന്നീട് അതിന്റെ പണിയെടുത്ത് അത് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്ത് വീണ്ടും മടങ്ങി വന്ന് വീണ്ടും ഭക്ഷിക്കുന്നതിന് പോലെയാണ്. എന്നിട്ട് പറയാണ്, ഫമൻ അഖദ മാലൻ ബിഹഖ്ഖിഹി ബൂരിക ലഹു ഫീഹി, ആരാണോ ദുനിയാവിന്റെ സമ്പത്ത് അതിന്റെ ഹക്കിനനുസരിച്ച് എടുക്കുന്നത് അവൻ അതിൽ ബറക്കത്ത് ചെയ്യപ്പെടും. വമൻ അഖദ മാലൻ ബിഗൈരി ഹഖ്ഖിഹി ഫമസലുഹു കമസലിൽ ലദി യഅകുലു വലാ യശ്ബഅ, അതിന് ഹക്ക് വീട്ടാത്തവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ തിന്നുകയും ഒരിക്കലും മതിയാവാത്തവന്റെ, വയറ് നിറയാത്തവന്റെയും ഉപമയാണ് എന്ന്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായി പറയുന്നത്, ഇതിന്റെ ആദ്യ ഭാഗം പറയുന്നത് മിമ്മാ യുംബിതു റബീഉ മാ യഖ്തുൽ ഹബതൻ ഔ യലിമു, ഒരു യുലിമു അല്ലെങ്കിൽ എലിമു, ഒരു ഭക്ഷണം, ഒരു റബീഇൽ അഥവാ ചെടികളെല്ലാം മുളക്കുന്ന കാലത്ത് ഭൂമിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ചെടികൾ മുളയ്ക്കുകയാണ്, ചെടികൾ മുളച്ചു വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ജീവികൾ, ഒരാടോ മറ്റോ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഭക്ഷിക്കും, ആ ഇലകൾ ഭക്ഷിക്കാൻ തുടങ്ങും. അത് ഭക്ഷിച്ച് അമിതമായി ഭക്ഷിച്ച് വയറിന് അസുഖം വന്ന് മരിക്കുന്ന ആ ഗൗരവമായിട്ടുള്ള അസുഖത്തിനാണ് ഹബത്തൻ എന്ന് പറയുന്നത്, അവൻ നശിച്ചു പോകുന്ന അവസ്ഥ. അല്ലെങ്കിൽ യുലിമു, അവനത് രോഗമുണ്ടാക്കുന്ന, രോഗം ബാധിക്കുന്ന അവസ്ഥയുണ്ടാവും. അഥവാ ദുനിയാവിന്റെ സമ്പത്തിന് ഉപമ പറയാം. സമ്പത്ത് ഒരു കണക്കുമില്ലാതെ വലിച്ചു വാരി തിന്ന്, അല്ലെങ്കിൽ ആ രീതിയിൽ അതിന്റെ പിന്നാലെ പോയി അത് മാത്രം നിയ്യത്ത് വെച്ച് അങ്ങനെ ജീവിക്കുന്നതിന്റെ അവസ്ഥ, അതൊന്നെങ്കിൽ അവനെ നശിപ്പിച്ച് കളയും, അത് അല്ലെങ്കിൽ അതിന്റെ ദോഷങ്ങൾ അവനുണ്ടാവും. എന്നിട്ട് ഒരാളെ ഒഴിവാക്കി പറയാം, ഇല്ല ആക്കിലത്തുൽ ഖുദർ, അതിൽ നിന്ന് നല്ല സാധനങ്ങൾ കഴിക്കുന്നവരൊഴികെ, അഥവാ ആവശ്യമായ രീതിയിൽ ആ സമ്പത്ത് എടുത്തു. അതിന്റെ വയറുകൾ, 2 അരക്കെട്ടുകൾ അതിന്റെ ആവശ്യമായ നിറയിൽ നിറക്കുകയും ചെയ്തു. അവൻ ആവശ്യമുള്ളത് എടുത്തു, ഹലാലായ രീതിയിൽ എടുത്തു. അങ്ങനെ അവൻ അത് ചെലവഴിച്ചു. അതിന് ഉപമ പറയാണ്, അത് ഈ 3 കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവൻ ഈ ജന്തു സൂര്യന്റെ ചോട്ടിൽ പോയി നിൽക്കുകയും അത് അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് അത് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്തു. അതിന് 3 കാര്യങ്ങൾ
കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, അവൻ കഴിച്ച ഭക്ഷണം അത് സൂര്യന്റെ പ്രകാശത്തിന്റെ മുമ്പിൽ ദഹനം എളുപ്പമാക്കാൻ വേണ്ടി ആ ജന്തു എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു പോകുന്നുണ്ട്. ഒരാൾ സമ്പത്ത് നേടുകയാണ്, അപ്പൊ അത് നല്ല രീതിയിൽ അവൻ ചെലവഴിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, അത് പുറന്തള്ളുന്നുണ്ട്. അത് മൂത്രിച്ചിട്ടും കാഷ്ടിച്ചിട്ടും അതല്ല, ഒന്ന് ഭക്ഷണം കഴിച്ചു, രണ്ട് സൂര്യപ്രകാശത്തിൽ പണിയെടുത്തു, രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേത്, അത് പുറന്തള്ളുന്നുണ്ട്. അത് വയറ്റിൽ ഇട്ട് കിടക്കല്ല, കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് അതിന്റെ അർഹമായ രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞത്, ഫമൻ അഖദ മാലൻ ബിഹഖ്ഖിഹി ബൂരിക ലഹു ഫിഹി, ആരാണോ സമ്പത്ത് എടുക്കുന്നത് അതിന് ചില ഹക്കുകൾ വീട്ടേണ്ടതുണ്ട്. ആ ഹക്കിന്റെ രീതിയിൽ ആരാണോ എടുക്കുന്നത് അതിൽ അവന് ബർക്കത്ത് നൽകപ്പെടും. അല്ലാഹു തആല ബർക്കത്ത് ചൊരിയും. അതല്ല എങ്കിൽ അവൻ എത്ര കിട്ടിയാലും മതിയാവൂല. എത്ര ഭക്ഷണം കഴിച്ചാലും വയറ് നിറയാത്തൊരവസ്ഥ അവനുണ്ടാകും. അതുകൊണ്ട് ദുനിയാവിലുള്ള ആർത്തി നമ്മെ നശിപ്പിക്കുന്ന കാര്യമാണ്. അത് നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു ജന്തു ഭക്ഷണം കഴിക്കുന്നതിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ ഉപമിച്ചിരിക്കുകയാണ്. 8ാമത്തെ ഒരു ഉപമ എന്ന് പറയുന്നത് ഖുദ്റത്തുൻ ഹൽവ. ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞതും മധുരമുള്ളതുമാണ്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, الدنيا خضرة حلوة فمن اتقى الله فيها وأصلح وإلا فهو كالآكل ولا يشبع وبين الناس في ذلك كبعد الكوكبين أحدهما يطلع في المشرق والآخر يغيب في المغرب. رسول الله صلى الله عليه وسلم ദുനിയാവ് എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞതും മധുരമുള്ളതാണ്. പച്ചപ്പ് നിറഞ്ഞത് പറഞ്ഞാൽ കണ്ടാൽ ആകർഷണം തോന്നുന്നതാണ്. മധുരമുള്ളത് എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചാൽ അതിൽ മുഴുകിപ്പോകുന്നതാണ്. ഈ 2 കാര്യങ്ങളാണ്. എന്നിട്ട് പറയാണ്, അത് അങ്ങനെ യഥാർത്ഥ രൂപത്തിൽ അതിന്റെ ആസ്വാദനം കിട്ടുന്ന ആർക്കാണ്? അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അതുപോലെ സൽക്കർമ്മങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ്. അതല്ല എങ്കിൽ തിന്നുകൊണ്ട് വയറ് നിറയാത്ത ഒരുത്തനെ പോലെ ആയിരിക്കും അവനുണ്ടാവുക. എന്നിട്ട് പറയാണ്, ജനങ്ങൾ ഈ വിഷയത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള 2 നക്ഷത്രങ്ങളെ പോലെ വ്യത്യസ്തരാണ്. ഒന്ന് കിഴക്കിൽ നിന്ന് ഉയരുമ്പോൾ 2 പടിഞ്ഞാറിൽ നിന്ന് അസ്തമിച്ചു പോകുന്ന അത്ര വ്യത്യസ്തരാണ് ആളുകൾ എന്ന് പറയുകയാണ്. അഥവാ ദുനിയാവിനെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അത് നല്ലതാണ്, അല്ലാത്തവർക്ക് അത് ദോഷമാണ്. 9ാമത്തെ രൂപമായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന് കൊടുത്ത നിരർത്ഥകത മുസ്തൗരിദ് ഇബ്നു ഷദ്ദാദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, കുൻതു മഅ الركب الذين وقفوا مع رسول الله صلى الله عليه وسلم على صخرة الميتة. ഒരു ചത്ത ആടിന്റെ അടുത്ത് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അതറൗന ഹാദിഹി ഹാനത് അലാ അഹ്ലിഹാ ഹത്താ അൽഖൂഹാ, ഈ സാധനം, ഈ ചത്ത ആട് അതിന്റെ വീട്ടുകാരുടെ മേലെ എത്രത്തോളം ഭാരമുള്ളതായിരിക്കും? ഇതിനെങ്ങനെ കളയണമെങ്കിൽ എത്ര ഭാരമുള്ളതായിരിക്കും എന്ന്, എത്ര നിസ്സാരമായിരിക്കും? അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, നിസ്സാരമായതുകൊണ്ടാണ് അതിനെ അവരിങ്ങനെ കളഞ്ഞിട്ടുള്ളത്, ഇതിനെ വഴിയിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹി പറയുന്നു, ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദിഹി അലാ അഹ്ലിഹാ, തീർച്ച അല്ലാഹുവാണ് സത്യം, ദുനിയാവ് എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഈ ആട്, ചത്ത ആട്, വൈകല്യമുള്ള ചത്ത ആട്, ഇതിന്റെ ആളുകൾക്ക് എത്രത്തോളം വില കുറഞ്ഞതാണോ അത്ര വില കുറഞ്ഞതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്. സഹോദരങ്ങളെ, നമ്മൾ ദുനിയാവിന് കൊടുക്കുന്ന സ്ഥാനമാണ് നോക്കേണ്ടത്. ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയും അതിന് നാം കൊടുക്കുന്ന വിലയുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ പരിശോധിച്ചാൽ മതി, ദുനിയാവ് കിട്ടുമ്പോ അമിതമായ സന്തോഷത്തിലേക്കോ ദുനിയാവ് നഷ്ടപ്പെടുമ്പോ അമിതമായ ദുഃഖത്തിലേക്കോ നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളത്. കാരണം ദുനിയാവ് ഒന്നെങ്കിൽ നശിക്കാനുള്ളതാണ്, ഒരിക്കലും നമുക്കിത് കാലാകാലം ഉണ്ടാവൂല. അപ്പൊ ആ ഒരു ചിന്ത, അള്ളാഹു തആല കൊടുത്ത വില നമ്മൾ ആലോചിക്കണം. വേറെയും ഹദീസുകളിൽ ഒരു കൊതുകിന്റെ ചിറക് പോലും വില കൊടുത്തിട്ടില്ല എന്നുള്ള നിലയ്ക്കെല്ലാം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. 10ാമത്തെ ഒരു ഉപമ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉപമ പറയുന്നത്, ദുനിയാവിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു കടൽ പോലെയാണ്. ആ കടലിൽ യാത്ര ചെയ്യാൻ കപ്പൽ വേണം. ആ കപ്പൽ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ചതാണ് റസൂലുകളെ. ആ റസൂലുകളുടെ കൽപ്പന പ്രകാരം ആരാണോ കപ്പലുകളെ നിർമ്മിക്കുന്നത്, കപ്പലുകൾ ഉണ്ടാക്കാൻ തയ്യാറാകുന്നത്, അവർക്ക് ആ കടലിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കും. അതല്ല, കപ്പൽ ഉണ്ടാക്കൽ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ കടലിങ്ങനെ നീന്തി പോയിക്കോളാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ച
കുറച്ചു പോയി കഴിഞ്ഞാൽ അതിൽ മുങ്ങി നശിച്ചു പോകുന്ന അവസ്ഥ എന്തായാലും ഉണ്ടാകും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ പോലെ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ ഉണ്ടാക്കി ത്യാഗമുള്ള പണിയായിരുന്നു. പക്ഷേ ആ ത്യാഗമുള്ള പണി ഇവിടെ എന്താണ്? പ്രവാചകന്മാരെ റസൂലുകളെ അനുസരിക്കലാണ്. അതനുസരിച്ചാൽ നമുക്ക് ആ കപ്പലിൽ കയറി അപ്പുറത്തേക്ക് എത്താം. അതല്ലെങ്കിൽ ആ കടലിൽ നശിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇമാം നവവി റഹിമഹുല്ലാഹ് റിയാദുസ് സാലിഹീന്റെ മുഖദ്ദിമയിൽ കൊടുത്തതുപോലെ ബൈത്തുകൾ, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖുദ് ദുനിയ വഖാഫുൽ ഫിതന നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന ജഅലൂഹാ ലുജ്ജതൻ വത്തഖദു സാലിഹൽ അഅമാലി ഫീഹാ സുബ്ന. അല്ലാഹുവിന് ചില ബുദ്ധിയുള്ള അടിമകളുണ്ട്. അവർ ദുനിയാവിനെ കുറിച്ച് ഉറ്റാലോചിച്ചിട്ട് മനസ്സിലാക്കി ഇവിടെ ആർക്കും സ്ഥിരമായിട്ട് താമസമല്ല. അങ്ങനെ അവർ എന്ത് ചെയ്തു? ദുനിയാവിനൊരു കടലായി സങ്കല്പിച്ചു, അതിൽ സൽക്കർമ്മങ്ങൾ ഒരു കപ്പലായി സങ്കല്പിച്ചു, അതിൽ കയറി അവർ യാത്ര ചെയ്തു. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മളൊന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുക. കാരണം ഇന്ന് ആളുകൾക്ക് ദുനിയാവിനോടുള്ള ഹുബ്ബ് വളരെയധികം വർദ്ധിച്ചിരിക്കുക. കാരണം ദുനിയാവ് അങ്ങനെ കാണുകയാണ്. കുറച്ചു കാലം മുമ്പുള്ള ഒരു 10-50 വർഷം മുമ്പുള്ള ആളുകളെക്കാൾ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. കുഫാറുകൾ ദുനിയാവ് ആസ്വദിക്കുന്നത് മുസ്ലിമീങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിനോടുള്ള ഹുബ്ബ് ഉണ്ടാക്കുക എന്നുള്ളത് കുഫാറുകൾക്ക് മുസ്ലിമീങ്ങളുടെ മേലുള്ള ലക്ഷ്യമാണ്. ദുനിയാവിനോടുള്ള ഹുബ്ബ് വന്നാൽ അവൻ ഹക്കിനെ എതിർക്കും, അവൻ ബാത്തിലിന്റെ ആളാകും, അവൻ പിഴച്ച ചിന്തകൾ ഉണ്ടാകും, ശുബ്ഹത്തുകളിലേക്ക് വീഴും, അവൻ ദീനിൽ നിന്ന് തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഇത്രയധികം ദുനിയാവിനോടുള്ള ഹുബ്ബ് വർദ്ധിക്കുന്ന കാലത്ത് ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ആലോചിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും. 11ാമത്തെ രൂപമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ഇനാഉ മംലൂഉൻ അസ്ലൻ, തേന് നിറഞ്ഞിട്ടുള്ള ഒരു പാത്രത്തിനോടാണ്. അദ്ദേഹം പറയുന്നത് ഒരു പാത്രത്തിൽ തേന് നിറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അതിന്റെ നേരെ ദുബാബുകൾ, ഈച്ചകൾ വരികയാണ്. അപ്പൊ ചില ഈച്ചകൾ എന്ത് ചെയ്തു? ആ തേനിന്റെ പാത്രത്തിന്റെ ഒരു അറ്റത്ത് നിന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള തേൻ ഇങ്ങനെ എടുത്തു. അതിനാവശ്യമായിട്ടുള്ള തേന് ആ അറ്റത്ത് നിന്ന് എടുത്തിട്ട് അത് അതിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ അത് തിരിച്ചു പറന്നുപോയി. എന്നാൽ ചില ഈച്ചകൾ വന്നിട്ട് ആ തേന് കണ്ട ആർത്തിയിൽ ഇത്ര തോന്നെ തേന് കണ്ടിട്ട് എന്ത് ചെയ്ത്, ഇതൊക്കെ എനിക്ക് കുടിക്കണം, എനിക്കൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ നേരെ അതിന്റെ ചാടിയതെങ്ങടാ? ആ തേനിന്റെ പാത്രത്തിന്റെ നടുവിലേക്കാണ്. എന്താ ഉണ്ടാവുക? തീർച്ചയായിട്ടും അതിൽ ചത്തൊടുങ്ങുന്ന അവസ്ഥ ഉണ്ടാവുക. അതുപോലെയാണ് ദുനിയാവ്. ദുനിയാവിൽ നമുക്ക് അർഹമായ, അനുവദനീയമായ, ഹലാലായ ഒരിക്കലും ദുനിയാവിന്റെ നസീബ്, ദുനിയാവിൽ നിനക്ക് വിധിച്ചിട്ടുള്ളത് നീ മറന്നു പോകണ്ട, അത് നിനക്ക് എടുക്കാം. പക്ഷേ അതിലേക്ക് മുങ്ങിപ്പോയാൽ, കുറെ കിട്ടുമെന്നുള്ള നിലയ്ക്ക് മുങ്ങിപ്പോയാൽ അതിൽ നശിക്കുകയെ വഴി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഉപമയാണ് 12ാമത്തേത്. ഒരു ഭൂമിയിൽ വിതറിയിട്ടുള്ള ധാന്യങ്ങളെ പോലെ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു പക്ഷിയെ പിടിക്കാൻ വേണ്ടി, പക്ഷിയെ പിടിക്കുന്ന ഒരു വേടൻ വല വിരിച്ചിട്ടുണ്ട്. ആ വല വിരിച്ചിട്ട് കാണാത്ത രീതിയിൽ വല വിരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലൂടെ ധാന്യങ്ങൾ ഇട്ടിരിക്കുകയാണ്, പക്ഷികൾ വന്ന് കൊത്തി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കെണി വിരിച്ചിട്ടുള്ള ആ ഭാഗത്ത് ഇട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വീണുപോയിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷി വന്നു, അല്ലെങ്കിൽ ചില പക്ഷികൾ വന്നു. ആ പക്ഷികൾ ആ കെണിയുടെ പുറത്ത് വീണിട്ടുള്ള ആ വസ്തുക്കൾ അതിനാവശ്യമായ നിലക്ക് ഉള്ളത് കിട്ടിയിട്ട് അത് എന്ത് ചെയ്തു? അത് അവിടുന്ന് പോയി. എന്നാൽ അതിന്റെ ആവശ്യം കിട്ടി, അത് പോയി. എന്നാൽ മറ്റു ചില പക്ഷികൾ അവരെന്ത് ചെയ്തു? അവരുടെ ആർത്തി കാരണത്താൽ അവരതിന്റെ നടുവിൽ കുറെ വീണിട്ടുണ്ടല്ലോ, കുറെ ഉണ്ടല്ലോ നിലക്ക് നടുവിൽ പോയിട്ട് എടുത്തു. അതെന്തായി? ആ കെണിയിൽ അകപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. വളരെ വേറെ രീതിയിൽ ചില ഉപമകളായി പറഞ്ഞു എന്ന് മാത്രം. 13ാമത്തെ ഒരു ഉപമ പറയുന്നത് തീയിന്റെ പ്രകാശം കണ്ട് അതിലേക്ക് വീഴാൻ പോകുന്ന പാറ്റകളെ പോലെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി മുംസിക്കും ബിഹുജ്സിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിന്നാർ വതതഖാഹമൂന ഫീഹാ തഖാഹമൽ ഫറാശ് വൽ ജനാജിബ്, പാറ്റകൾ ഒക്കെ തീയിനെ കണ്ടിട്ട് തീയിലേക്ക് പോയി വീഴാൻ പോകുന്നത് പോലെ നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചിരിക്കുന്ന ആള് ഞാനാണ്. വയൂഷിക്കു അന്നൂർസില ബിഹുജ്സിക്കും, നിങ്ങൾ അത് വിട്ട് പടഞ്ഞിട്ട് പോവോ എന്നുള്ള നിലക്ക് നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. മറ്റൊരു ഹദീസിൽ മസലി വമസലുക്കും കമസലി റജുലിൻ ഇസ്തൗഖദ നാറ, ഞാനും നിങ്ങൾ ഉപമ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു തീ കത്തിച്ചു. ഫലമ്മാ അവാറത് മാ ഹൗലഹു ജഅലത്തിൽ ഫറാശു വൽ ജനാദിബു യതഖാഹംന ഫീഹാ, അത് തീ കത്തിയപ്പോൾ പ്രാണികളെല്ലാം അതിന്റെ അടുത്തേക്ക് വന്നു. ഫഅന്ന ആഖിദും
ബിഹുജ്സികും അനിന്നാർ, ആ തീയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് വലിക്കുകയാണ്. വൻതും തഗ്ലിബൂനി വതതഖാഹമൂന ഫിഹാ, നിങ്ങൾ എന്നെ മറികടന്ന് ആ തീയിലേക്ക് ചാടാൻ പോവാണ്. നല്ല ഉപമയാണ്. സഹോദരങ്ങൾ ആലോചിച്ച് വെക്കും, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ കാണുമ്പോൾ റസൂലുള്ളാഹിന്റെ സുന്നത്തൊന്ന് വെച്ച് അവിടെ നിന്ന് നിന്നാ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ എന്താണ്? ദുനിയാവിന്റെ ചതിയിൽ, പിശാചിന്റെ ചതിയിൽ, പരലോകത്തെ നഷ്ടം വരാതിരിക്കാൻ, ഇതിലൊന്നും പെടാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഉപദേശങ്ങളാണ്. ദുനിയാവിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു അതിനനുസരിച്ചിട്ടാണ്. എന്റെ വേഷം, എന്റെ കുടുംബം, എന്റെ ഭാര്യമാരുടെ വിഷയം, എന്റെ മക്കളുടെ വിഷയം, എന്റെ കച്ചവടം, എന്റെ ജോലി, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കും തീരുമാനിക്കാൻ നന്മയാണ്. കാരണം അല്ലാതെ നമ്മൾ പോകുന്നത് ദുനിയാവിന്റെ പ്രകാശം, തീനാളം കണ്ടിട്ട് അത് നല്ല രസമുണ്ടല്ലോ പറഞ്ഞു പോവുകയാണ്. ബുദ്ധിയുള്ളവൻ എന്താ ചെയ്യുക? ആ തീയിൽ നിന്ന് ആവശ്യമായി ചൂട് കിട്ടേണ്ടപ്പോ അതിന്റെ ഒരു ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കും, അല്ലാതെ അതിൽ പോയി ചാടില്ല. അപ്പൊ ഇത് മനോഹരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഉപമയാണ്. 14ാമത്തെ ഉപമ, ചില ഉപമകൾ ഒരേപോലെ വരുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. 14ാമത്തെ ഉപമ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഒരു കൂട്ടം ആളുകൾ ഒരു യാത്ര പോവുകയും നല്ലൊരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ താമസമാക്കുകയും ചെയ്തു. അവിടെ അവര് തമ്പ് കെട്ടി, അവര് ചിലൊരു വീടുണ്ടാക്കി, അവര് കുടുംബം ഇതൊക്കെ ആയി. ആ സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ ഖൗം അന്നജാത്ത് അന്നജാത്ത് അറ്റൈറ്റും അറ്റൈറ്റും, നിങ്ങൾ രക്ഷപ്പെട്ടോളി, നിങ്ങൾക്ക് എതിരതാ ശത്രുക്കൾ വരുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വരികയാണ്. അപ്പൊ അതിൽ ചില ആളുകൾ ഇയാളെ വാക്ക് കേട്ടിട്ട് പോകാൻ തയ്യാറായി. മറ്റു ചില ആളുകൾ പറഞ്ഞു, ഞങ്ങളെങ്ങനെ പോവാ, ഞങ്ങളുടെ വീടും ഞങ്ങളുടെ കുടുംബം ഒക്കെ ഇവിടെയാണല്ലോ, ഇതിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ പോവാൻ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ ആശയമുണ്ട്. അതിലേക്ക് ബുഖാരി ഉദ്ദേശിച്ചിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഉപമ കൂടുതൽ വായിക്കുന്നില്ല, ഈ ഹദീസ് വായിക്കുകയാണ്. ഇന്നമാ മസലി വമസലു മാ ബഅസനി അല്ലാഹു ബിഹി കമസലി റജുലിൻ അതാ ഖൗമഹു, എന്റെയും നിങ്ങളുടെയും ഉപമ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ആ വ്യക്തി അവന്റെ സമൂഹത്തിലേക്ക് എത്തി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ ഖൗം, എന്റെ സമൂഹമേ, ഇന്നി റഅയ്തുൽ ജയ്ശ ബിഐനി വഅന അൻ-നദീറുൽ ഉരിയാൻ ഫൻ-നജാത്ത് വൻ-നജാത്ത്, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ആക്രമിക്കാൻ വരുന്ന ഒരു യുദ്ധ സൈന്യത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടോളി. ഫതഅഹു ത്വായിഫത്തും മിൻ ഖൗമി, കുറച്ച് ആളുകൾ അയാളെ അനുസരിച്ചു. ഫദ്ലജു, അവർ പ്രഭാതത്തിൽ തന്നെ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി വേഗം തന്നെ അവർ ഒരുങ്ങിപ്പോയി. വൻതലഖു അലാ മഹ്ലിഹിം ഫനജു, അവർ ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക്, രക്ഷപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തി, അവർ രക്ഷപ്പെട്ടു. വകദബത് ത്വായിഫത്തും മിൻഹും ഫഅസ്ബഹു മകാനഹും, ചില ആളുകൾ എന്ത് ചെയ്തു, ഇവൻ നുണ പറയുന്നത്, ഇതൊന്നും ശരിയല്ല പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു. ഫസ്ബഹുൽ ജയ്ഷ് ഫഅഹ്ലകഹും വജ്താഹും, അങ്ങനെ ഒരു സംഘം വന്നു, സൈന്യം വന്നു, അവരെ നശിപ്പിച്ചു. ഫദാലിക മസലു മൻ അതാഅനി വത്തബഅ മാ ജിഅതു ബിഹി, എന്നെ അനുസരിച്ചവനും ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റിയവന്റെ ഉപമ അങ്ങനെയാണ്. വമസലു മൻ അസാനി വകദബ ബിമാ ജിഅതു ബിഹി മിനൽ ഹഖ്, അതുപോലെ തന്നെ എന്നെ കളവാക്കിയതിനുള്ള ഉപമയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തെ കാര്യങ്ങൾ അത് കണ്ടറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന റസൂലാണ്. ആ റസൂലുള്ള പറഞ്ഞത് സത്യസന്ധനാണ്, അൽ അമീനാണ്, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അത് ധിക്കരിച്ച് നിൽക്കുകയാണെങ്കിൽ, എന്റെ ബുദ്ധിക്ക് ശരിയായി തോന്നുന്നില്ല, ഇക്കത് ബോധ്യപ്പെടുന്നില്ല, ആ രീതിയിലാണ് ജീവിക്കുന്നത് എങ്കിൽ സഹോദരങ്ങൾ അത് നഷ്ടമായിരിക്കും. നമ്മൾ സാധാരണ വേറൊരു രൂപം പറയും, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പിന്നെ കുളത്തില് മീനിനെ ചൂണ്ടിടാൻ വേണ്ടി ആള് വരുമ്പോ തവള പറഞ്ഞൊരു കഥ പറയാറുണ്ട്. തവള വന്നിട്ട് പറഞ്ഞു മീനിനോട്, എന്ത് പറഞ്ഞു, പിന്നെ നിന്നെ ഒരു ചൂണ്ട വരും, ഒരു മീന് വരും, അത് ചൂണ്ടയാണ്, അത് കഴിക്കരുത് പറഞ്ഞു. മീന് പറഞ്ഞു, ഞാൻ ഈ കുളത്തിൽ കുറെ കാലമായി, ഞാൻ എന്ത് ചെയ്യും, ഞാൻ കഴിക്കുന്നു പറഞ്ഞു. തവള പറഞ്ഞു, എനിക്ക് കുളത്തിന്റെ അകത്തുള്ളതേ അറിയുള്ളൂ, ഞാൻ പുറത്തുള്ളതും പോയിട്ട് കണ്ടിട്ടാണ് വരുന്നത്, അയാൾ വരുന്നുണ്ട് പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തെ കാര്യങ്ങൾ കണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട സത്യം പറയുമ്പോ നമ്മൾ ഈ ദുനിയാവിന്റെ വട്ടത്തിൽ നിന്നിട്ട് അതിനെതിരെ നിന്നിട്ട് എന്താ കാര്യം? നമ്മുടെ ഇഷ്ടങ്ങള് റസൂലുള്ളാഹിന്റെ ഹദീസുകളെക്കാൾ മുൻപന്തിയിൽ വെച്ചിട്ട് എന്താ കാര്യം? സഹോദരങ്ങളെ, ഉറപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും പറഞ്ഞോ അത് നമ്മുടെ ബുദ്ധിക്ക് ശരിയാണോ തെറ്റാണോ തോന്നലല്ല. ഉദാഹരണം റസൂലിന്റെ ഒരു ഉദാഹരണം പറയാം. എന്തെങ്കിലും വലിയൊരു തീകുണ്ടാരം ഉണ്ടാക്കി അതിൽ ചാടാൻ പറഞ്ഞു വിചാരിക്കുക, അള്ളാന്റെ റസൂലാണോ പറഞ്ഞ് അത് നമുക്ക് നന്മയാണ്.
അതിലൊരു സംശയമല്ല, നമ്മുടെ ബുദ്ധിക്ക് അതിലൊരു സ്ഥാനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ശരിയാണ്. അതാണ് സഹാബാക്കൾ തെളിയിച്ചു കൊടുത്തത്. ബദറിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഈ കടലിന്റെ നടുവിലേക്ക് പോയാലും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റി വരും, ഞങ്ങൾ ഒന്നും ചോദിക്കൂല, നിങ്ങളെ പിന്നാലെ ഞങ്ങൾ വരുമെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചാൽ നമ്മൾ വിജയിക്കും. അടുത്ത ഉപമ 15ാമത്തെ ഉപമ. ഈ 20 ചില്ലാന ഉപമകളിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടൊരു ഉപമയാണ്. വളരെയധികം ചിന്തിച്ചാൽ ഉപകരിക്കുന്ന ഒരു സാധനം. ഒരു അതിഥിയാണ് നമ്മൾ ദുനിയാവിന്റെ വസ്തുക്കൾ കടവുമാണ് എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, رجل هيأ دارا وزينها ووضع فيها من جميع الآلات ودعا الناس إليها. ഒരു വ്യക്തി നല്ലൊരു വീടുണ്ടാക്കി. ആ വീടുണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ അതിനെ അലങ്കരിച്ചു. ഫകുൽ എന്നിട്ട് ആളുകളെ ക്ഷണിച്ചു, വ്യത്യസ്ത ആളുകൾ അതിലേക്ക് ക്ഷണിച്ചു. ഫകുല്ലമാ ദഖല ദാഇലുൻ അജ്ലസഹു അലാ ഫിറാശിൻ വസീർ. ഓരോ സമയത്ത് ഓരോ ആള് വരുമ്പോഴും ഈ വീടിന്റെ യജമാനൻ എന്ത് ചെയ്തു? നല്ല ഓരോ വിരിപ്പിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തായിട്ട് ഈ വന്ന ആളെ ഇരുത്തി. വഖദ്ദമ അലൈഹി തബഖ മിൻ ദഹബിൻ അലൈഹി ലഹ്മുൻ. അതിനെ ഭക്ഷണമായിട്ട് സ്വർണത്തിന്റെ പാത്രത്തിൽ മാംസങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. വളഅ ബൈന യദിഹി അവാനി മുഫ്തഖിറതൻ ഫീഹാ മിൻ കുല്ലി മാ യഹ്താജു ഇലൈഹി. അങ്ങനെ ആ വ്യക്തിയുടെ മുമ്പിൽ ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ മഹ്താജ് ഇലൈഹി, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ പിന്നെ അയാളുടെ മുമ്പിൽ വെച്ചു. അങ്ങനെ തന്നെ വഖ്ദമഹു ഉബൈദഹു വമാലികഹു. ഈ യജമാനൻ തന്റെ അടിമകളെ ഇയാൾക്ക് ജോലിക്കാരനാക്കി വെച്ചു. അതായത് വീട്ടിന്റെ ഒരു അതിഥിനെ വിളിച്ചു, വീടൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് അതിഥിയെ വിളിച്ചു. വന്നപ്പോ ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ട് നല്ല സ്ഥലത്ത് ഇരുത്തി നല്ല ഭക്ഷണങ്ങൾ കൊടുത്തു, നല്ല ജോലിക്കാരെ കൊടുത്തു, അങ്ങനെയൊക്കെ കൊടുത്തു. എന്നിട്ട് പറയാണ് ഫാറഫൽ ആഖിൽ. ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അവൻ മനസ്സിലാക്കും, അതായത് അതിഥി, അന്നദാലിക കുല്ലഹു മതാഉ സാഹിബി ദാരി വമുൽകിഹി വഅബീദിഹി. അവൻ മനസ്സിലാക്കും ഈ സാധനങ്ങളൊക്കെ കിട്ടിയ ഭക്ഷണമാവട്ടെ, എന്റെ സ്ഥലമാവട്ടെ, അടിമകളാവട്ടെ, ഇതിന്റെയൊക്കെ അധികാരം ആർക്കാണ്? ആ വീടിന്റെ യജമാനനാണ്. എത്ര സമയമാണോ വീട്ടിൽ അവനെ നിർത്തുന്നത് അത്ര നേരം അവൻ എന്ത് ചെയ്യാ? എന്താണോ അവന് കൊടുക്കുന്നത്, അയാൾ എങ്ങനെയാണ് സൽക്കരിക്കുന്നത്, അതൊക്കെ പിന്നെ ആസ്വദിക്കാം, അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. വലം യുഅല്ലിഖ് ഖൽബുഹു ബിഹാ വലം യുഅല്ലിഖ് ഖൽബുഹു ബിഹാ വലാ ഹദ്ദസ നഫ്സഹു ബിതമല്ലുകിഹാ. അവൻ എന്ത് ചെയ്യില്ല? അവന്റെ ഖൽബിൽ ഈ വസ്തുക്കളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കൂല. ഇതൊക്കെ എന്റെ എന്നുള്ള രീതിയിൽ അവൻ ചിന്തിക്കുകയില്ല, അവൻ സംസാരിക്കുകയില്ല. പക്ഷെ അവൻ എന്ത് ചെയ്യും? എത്രയാണോ ആതിഥേയത്വം നൽകുന്നത് അതേപോലെ സ്വീകരിക്കാൻ വേണ്ടി വീടിന്റെ യജമാനനെ അവൻ ആശ്രയിക്കും. എവിടെയാണോ ഇരുത്തുന്നത് അവിടെ പോയിട്ടിരിക്കും. അവൻ എന്താണോ കൊടുക്കുന്നത് അത് കഴിക്കും. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചോദിക്കൂല. അവൻ എന്താണോ കിട്ടുന്നത് അതോ ചെയ്യും. എന്താണ് യജമാനം കൊടുക്കുന്നത് അത് സ്വീകരിക്കും. എന്താണോ യജമാനൻ ആതിഥേയത്വം നൽകുന്നത് അത് ഉൾക്കൊള്ളും. അല്ലാതെ അവനൊന്നും പോയി ചെയ്യില്ല. അത് ബുദ്ധിയുള്ള ഒരുത്തന്റെ. എന്നിട്ടൊരു വിഡ്ഢി ചെയ്യുന്ന കാര്യം പറയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. ഒരു വിഡ്ഢി ഇതുപോലെ ഒരു അതിഥിയായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കും? അവന് വിചാരിക്കും, ഈ വീടൊക്കെ എനിക്കുള്ളതാണ്, എന്നെപ്പോൾ വിളിച്ചു വരുത്തിയതാണല്ലോ, അപ്പൊ ഇതിലേക്ക് എനിക്ക് ഇവിടെ എന്താ ചെയ്യാന്ന് വിചാരിക്കും. അങ്ങനെ അവനെ ഒരു സ്ഥലത്ത് ഇരുത്തിക്കഴിഞ്ഞാൽ അവൻ അതും വിട്ടിട്ട് അപ്പുറത്തെ വേറെ സ്ഥലത്ത് പോയിരിക്കും. അവൻ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് മതിയാവാഞ്ഞിട്ട് വേറെ ആൾക്കാരെയും പോയിട്ട് അതും എടുത്ത് കഴിക്കാൻ നോക്കും. അല്ലെങ്കിൽ അവൻ അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ഇന്റേതാണ് എടുത്തിട്ട് പോകുമ്പോ കൊണ്ടുപോകാന്നുള്ള നിലക്ക് അവൻ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. വീടിന്റെ യജമാനൻ ഇതൊക്കെ കാണുന്നുണ്ടാവും. യജമാനൻ ഇയാൾ ചെയ്യണതൊക്കെ കാണുന്നുണ്ടാവും. യജമാനൻ നോക്കി നിൽക്കും. യജമാനന്റെ മാന്യത കൊണ്ട് യജമാനൻ സമയം കൊടുക്കും. ഇയാളാണെങ്കിലോ ഒക്കെ അവിടുന്ന് വാരി വലിച്ച് ഒക്കെ ഇതാക്കി അങ്ങനെ ജീവിക്കുകയായിരിക്കും. അങ്ങനെ അവസാനം സമയമായി കഴിഞ്ഞാൽ, അവിടുന്ന് പോകേണ്ട സമയമായി കഴിഞ്ഞാൽ ഈ യജമാനൻ അടിമകളോട് പറയും, അവനെ പിടിച്ച് പുറത്താക്കാൻ പറയും. ആ പുറത്താക്കുന്ന സമയത്ത് അവൻ സ്വന്തമാണ് എന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. ഒന്നും അവന് കൊണ്ടുപോകാൻ പറ്റൂല. അവന് എന്റേതാണ് വിചാരിച്ച കാര്യമൊന്നും അവന്റേതല്ല എന്ന് ബോധ്യപ്പെടും. അങ്ങനെ അവനെ അവിടുന്ന് പുറത്താക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫലിയതഅമ്മൽ ലബീബ് ഹാദൽ മിസാൽ ഹഖ്ഖ തഅമ്മുൽ ഫഇന്നഹു മുതാബിഖുൻ ലിൽ ഹഖീഖ വല്ലാഹുൽ മുസ്തആൻ. ബുദ്ധിയുള്ളവൻ ഈ ഒരു ഉപമ ആലോചിക്കട്ടെ, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കി? നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? അല്ലാഹു തആല ദുനിയാവിനെ ഒരുക്കി നമ്മെ ഇതിൽ സൃഷ്ടിച്ച് പറഞ്ഞയച്ചു. അല്ലാഹുവാണ് നമ്മുടെ യജമാനൻ.
അള്ളാഹു തആല എന്താണോ നമുക്ക് ഉപജീവനമായി നൽകുന്നത് അതിൽ തൃപ്തിപ്പെടുക. അള്ളാഹു നമുക്ക് ജോലിക്കാരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ആളുകളായിട്ട് ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ തന്നാൽ അതിൽ തൃപ്തിപ്പെടുക. അള്ളാഹു നൽകുന്നത് തൃപ്തിപ്പെടുക. ഒരിക്കലും ഇത് ഇന്റെ സ്വന്തമാണ് എന്നുള്ള നിലക്ക് കൽബിൽ തഅല്ലുഖ് ഉണ്ടാവരുത്. ഇതൊക്കെ എന്റെയാണ്, ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും, ഇതിന്റെ ഒക്കെ അധികാരം എനിക്കാണ് എന്നുള്ള തഅല്ലുഖ് ഉണ്ടാവരുത്. അത് നമ്മൾ ഒരു ദിവസം വിട്ടേച്ച് പോകേണ്ടതാണ്. അള്ളാഹു നൽകുന്നതെന്തോ അത് സന്തോഷിക്കുക, അള്ളാഹു തിരിച്ചെടുക്കണമെന്തോ അതിൽ തൃപ്തിപ്പെടുക. അതാണ് ബുദ്ധിയുള്ളവൻ. ബുദ്ധിയില്ലാത്തവൻ എന്ത് ചെയ്യും? ദുനിയാവില് ഇതൊക്കെ എന്റെയാണ്, എന്റെ മക്കളൊക്കെ എന്റെ തന്നെയാണ്, ഇതൊക്കെ ഇവർക്ക് കാലാകാലിന്റെ ഒപ്പം ഉണ്ടാവും, എന്റെ സമ്പത്തൊക്കെ എന്റെയാണ്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്റെയാണ്, എല്ലാം ഇതിന്റെ അധികാരപ്പെടുത്തി വെച്ചാൽ ഒരു ദിവസം ഇതൊക്കെ ഇട്ട് പോകേണ്ടി വരും. അവൻ ഇതൊക്കെ വിട്ട് പോകേണ്ടി വരും. ആ സമയത്ത് അവൻ വളരെയധികം വിഷമിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഖൗല് കൊടുക്കുകയാണ്, കുല്ലു അഹദിൻ ഫീ ഹാദിഹി ദുനിയ ദൈഫുൻ, ദുനിയാവിൽ എല്ലാവരും അതിഥികളാണ്. വമാലുഹു ആരിയത്തുൻ, അവന്റെ സമ്പത്ത് ഒരു കടമാണ്. ഫദ്ദൈഫു മുർതഹിലുൻ വൽ ആരിയത്തു മുഅദ്ദാത്തുൻ, അതിഥി തിരിച്ചു പോകും. അതുപോലെ തന്നെ കടം എന്നുള്ളത് വീട്ടിൽ കൊടുക്കേണ്ടതുമാണ്. ഉറപ്പാണ്, നമ്മൾ തിരിച്ചു പോകുകയും ചെയ്യും, നമുക്ക് കിട്ടിയ സാധനങ്ങൾ കൂടെ വിട്ടേച്ച് പോകേണ്ടി വരും. എന്നിട്ട് സ്വഹാബാക്കൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഒരു സംഭവം കൊടുക്കുകയാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മാത ഇബ്നുൽ ലി അബീ ത്വൽഹ മിൻ ഉമ്മി സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അവരുടെ ചരിത്രം വളരെ ദൈർഘ്യമാണ്, ഇപ്പൊ പറയുന്നില്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചിട്ട് അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. അബൂ ഉമൈർ എന്ന ഹദീസിൽ കാണാം ആ കുട്ടിയുടെ പേര് വിളിച്ചിരുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം. പക്ഷെ അനസ് ബിൻ മാലിക് വേറെ മാലിക് എന്നുള്ള മാലിക് ബിൻ നളർ അല്ല, പേര് മാലിക് എന്ന് വേറെ പേരുള്ള ആളുടെ മകനാണ് പിന്നെ അനസ് ബിൻ മാലിക്. എന്നിട്ട് പറയാണ് ഈ കുട്ടി മരണപ്പെട്ടു. ഫഖാലത് ലി അഹ്ലിഹി, അപ്പൊ ഉമ്മു സുലൈം കുടുംബക്കാരോട് പറഞ്ഞു, അബൂ തൽഹ അവിടെ അല്ല, കുട്ടിയുടെ ഉപ്പ അവിടെ അല്ല, അപ്പൊ വീട്ടുകാരോട് പറഞ്ഞു, അയൽവാസികളോട് പറഞ്ഞു, ലാ തുഹദ്ദിസു അബാ തൽഹ ഹത്താ അകൂന അന ഉഹദ്ദിസുഹു, ഞാൻ അബൂ തൽഹയോട് പറയുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അബൂ തൽഹയോട് ഈ കാര്യം പറയരുത്, കുട്ടി മരിച്ച കാര്യം പറയരുത്. ഫജാ, അങ്ങനെ അബൂ തൽഹ വന്നു. അബൂ തൽഹ വന്നപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ രാത്രി ഭക്ഷണം ഉമ്മു സുലൈം അബൂ തൽഹയ്ക്ക് ഒരുക്കി കൊടുത്തു. ചില റിവായത്തുകൾ കാണാം, കുട്ടിയെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് വേറെ അപ്പുറത്ത് റൂമിലോ ഭർത്താവ് കാണാത്ത രീതിയിൽ ഉമ്മു സുലൈം വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തു. പിന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തസന്നഅത് ലഹു അഹ്സന മാ കാനത് തസന്നഅ ഖബ്ല ദാലിക ഫവഖ ബിഹാ, ഏറ്റവും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി. ഏറ്റവും ഇതിനു മുമ്പൊന്നും അണിഞ്ഞൊരുങ്ങാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഭർത്താവിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി അവര് ശാരീരികമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഭർത്താവ് നല്ല സമാധാനത്തിൽ, ഭർത്താവിന് ദൂരയാത്ര കഴിഞ്ഞ് വരികയാണ്, വിശപ്പുണ്ടാവും, ഭാര്യയോടുള്ള ആഗ്രഹം ഉണ്ടാവും, അപ്പോ വിശപ്പ് മാറിയിട്ടുണ്ട്, എല്ലാ രീതിയിലും കൽബ് സമാധാനമായിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അബാ തൽഹ, അബാ തൽഹ, അറഅയ്ത ലൗ അന്ന ഖൗമൻ ആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും അലഹും അയ്യംനഊഹും, ഒരു വീട്ടുകാരിൽ നിന്ന് ഒരാളുകൾ കുറച്ച് സാധനം കടം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ വീട്ടുകാരത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൊടുക്കാതെ തടഞ്ഞു വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഒരിക്കലും പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഹ്തസിബ് ഇബ്നക, ഉള്ള മകന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക, മകൻ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഗളിബ, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, തറക്തനി തലത്തഖ്തു സുമ്മ അഖ്ബർതിനി, ഈ ആസ്വാദനം എല്ലാം ആസ്വദിച്ച്, അഥവാ പിന്നെ ഞാൻ വലിയ ശുദ്ധിക്കാരനാകുന്നത് വരെ ആയി കഴിഞ്ഞിട്ടാണോ നിനക്കത് പറയാൻ സാധിച്ചത്, അഥവാ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കഴിഞ്ഞിട്ടാണോ നീ എന്നെ അറിയിക്കുന്നത് എന്റെ മകന്റെ കാര്യം എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം രാവിലെ ആയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോയി റസൂലുള്ളാഹിനോട് ഈ കാര്യം അറിയിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ബാറക്കല്ലാഹു ലക്കുമാ ഫീ ലൈലത്തിക്കുമാ, അള്ളാഹു നിങ്ങളുടെ കഴിഞ്ഞ രാത്രിയിൽ അള്ളാഹ് ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് അവർക്ക് 9 ആൺമക്കൾ ഉണ്ടാവുകയും അതുവരെല്ലാം ഖുർആൻ ഹിഫ്ളാക്കിയവരായിരുന്നു എന്നുള്ളതെല്ലാം ചരിത്രങ്ങളിൽ കാണാം. ഇവിടെ സഹോദരങ്ങളെ, ആ സ്വഹാബി സ്ത്രീ എടുത്തൊരു നിലപാട് ആലോചിച്ച് നോക്കി. തന്റെ മകനാണ് മരണപ്പെട്ടിട്ടുള്ളത്, സ്വന്തം കുട്ടിയാണ്, 9 മാസം ഗർഭം ചുമന്നിട്ടുള്ള കുട്ടിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഭർത്താവ് ഒരു യാത്ര കഴിഞ്ഞ് കുറെ ദിവസങ്ങൾക്ക് ശേഷമായിട്ട് അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് വരുന്ന ആ സമയത്ത് ഭർത്താവിനെ ഏറ്റവും നല്ല തൃപ്തിപ്പെടുത്തി സമാധാനത്തിനാണ് കാര്യം അറിയിക്കേണ്ട നിലയ്ക്ക് അവർ തയ്യാറായി. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത് പറഞ്ഞ രീതി ആലോചിച്ച് നോക്കി. ഒരാൾ ഒരു കാര്യം ഒരു കൂട്ടത്തിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേ? അത് ആരും ഉദ്ദേശിക്കുന്നത്? അള്ളാഹു തആല നൽകിയതാണ്, അത് അള്ളാഹു തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണം. നമ്മുടെ മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും സമ്പത്താണെങ്കിലും വാഹനാണെങ്കിലും ആരോഗ്യമാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും എല്ലാം അള്ളാഹു നൽകിയ കടാണ്. അള്ളാഹു തിരിച്ചെടുത്താൽ അത് തിരിച്ചു കൊടുക്കന്നെ വേണം. അതിൽ പിന്നെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ദുനിയാവ് അങ്ങനെയാണ്.
അപ്പൊ ദുനിയാവുമായിട്ട് സഹോദരങ്ങളെ നാം ഒരു അതിരിയാണ് എന്നുള്ള നിലക്കും നമ്മുടെ വസ്തുക്കളൊക്കെ കടായിട്ട് കിട്ടിയൊരു സാധനം നിലക്ക് കൽബിൽ സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ. അത് എത്ര വലിയ സമ്പന്നനാണെങ്കിലും, അവന് എത്ര വലിയ സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, എത്ര വലിയ അവന് 4 ഭാര്യമാരും ഒരുപാട് സന്താനങ്ങളും വലിയ സമ്പത്തൊക്കെ ഉണ്ടായിക്കോട്ടെ, ഈ ചിന്തയിലുണ്ടോ അവൻ ഖൈറിലാണ്. ഇതൊന്നുമില്ല, അവന് കുറച്ച് സമ്പത്തുള്ളൂ, പക്ഷെ അവന്റെ ചിന്ത ഇതൊക്കെ എന്റേതാണെന്നുണ്ടെങ്കിൽ അവൻ നഷ്ടത്തിലുമാണ്. ഇത് വളരെ അധികം ഉപകരിക്കുന്ന ഉറ്റാലോചിക്കേണ്ട ഒരു ഉപമയാണ്. 16ാമത്തെ ഒരു ഉപമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഇതുപോലെ ഒരു കൂട്ടം ആളുകൾ അവർ ഒരു യാത്ര പോകുമ്പോൾ വളരെയധികം ദാഹിച്ച് വലഞ്ഞ് ബുദ്ധിമുട്ടി. അങ്ങനെ അവിടെ ഒരു കടൽ മാത്രമാണുള്ളത്. അപ്പൊ ദാഹത്തിന്റെ ആ ആധിക്യം കാരണത്താൽ അവർ കടലിലെ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി. കടലിലെ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ദാഹത്തിന്റെ ആധിക്യത്തിൽ ആദ്യം അവർ കടലിന്റെ ഉപ്പുരുചി പരിഗണിച്ചില്ല, അവർ കുടിച്ചു. കടലിന്റെ വെള്ളം കുടിച്ചാൽ എന്താ, കുടിക്കും തോറും ദാഹം കൂടുകയും ചെയ്യും. ദാഹം കൂടുക മാത്രമല്ല, എത്രത്തോളം വയറ്റിലെത്തുമോ അത് വയറിന് ദോഷമുണ്ടാക്കുകയും വയറ് പൊട്ടി അല്ലെങ്കിൽ വയറിന് വലിയ രോഗം വന്ന് അത് ചത്തുപോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ ഇവര് കുടിക്കുമ്പോൾ വേറെ കുറച്ച് ആളുകൾ ഇത് ഉപ്പുവെള്ളമാണ്, ഇത് ദോഷം ചെയ്യുന്നു മനസ്സിലാക്കിയിട്ട് ദാഹണ്ടവർക്ക് പക്ഷെ അവർ കുറച്ചുകൂടി യാത്ര ചെയ്തു. അതിന് കുറച്ചുകൂടി വിട്ടുപോയപ്പോ നല്ലൊരു സ്ഥലത്ത് ശുദ്ധമായ വെള്ളം കണ്ടു. അപ്പൊ ഇവരിത് കണ്ടപ്പോ ഇവരത് കുടിച്ചു. ഈ ആളുകളെ വിളിച്ചപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ വെറുതെ ആളെ പറ്റിക്കാൻ ഞങ്ങൾ വരൂല എന്ന് പറഞ്ഞിട്ട് അവർ ഈ വെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ദുനിയാവിനൊരു ഉപമയാണ്. അഥവാ നമുക്ക് ദുനിയാവിനോട് ആഗ്രഹം ഉണ്ടാവും, താല്പര്യങ്ങൾ ഉണ്ടാവും, പക്ഷേ ക്ഷമിച്ചു നിന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഏറ്റവും നല്ല അവസ്ഥ നമുക്കുണ്ടാകും. അതല്ലെങ്കിൽ നമുക്കിത് കുടിച്ച് നഷ്ടമാവും. ഈസാ നബി അലൈഹി സ്വലാമിൽ ധരിക്കപ്പെടുന്ന മറ്റൊരു അസറിൽ കൊടുത്തിട്ടുണ്ട്, മസലു ത്വാലിബി ദുനിയ കമസലി ശാരിബി മാഇൽ ബഹർ കുല്ലമാ ഇസ്ദാദ ശുർബൻ ഇസ്ദാദ അത്ശൻ ഹത്താ യഖ്തുലഹ്. ദുനിയാവ് തേടുന്നവൻ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം, കടൽ വെള്ളം കുടിക്കുന്നവനെ പോലെയാണ്. എത്ര കുടിക്കുന്നുവോ അത്രത്തോളം അവന് ദാഹം കൂടുകയും ചെയ്യും. കുടിക്കുന്നതിനനുസരിച്ചിട്ട് അവന്റെ വയറ്റിൽ ദോഷം വന്ന് അവൻ മരണപ്പെടുകയും ചെയ്യും. അവന് ചത്തുപോകുന്ന അവസ്ഥയുമാണ് ഉണ്ടാവുക. വേറൊരു ഉപമ എന്ന് പറയുന്നത്, 17ാമത്തെ ഉപമ എന്ന് പറയുന്നത്, ദുനിയാവ് നമ്മുടെ സമ്പത്തും കുടുംബങ്ങളും അതുപോലെ നമ്മുടെ അമലുകളും എങ്ങനെയാണ് എന്നുള്ളതിനൊരു ഉപമ പറയാണ്. ഒരു വ്യക്തി ഒരു ദൂരയാത്രക്ക് ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉറ്റ 3 സുഹൃത്തുക്കളെ അല്ലെങ്കിൽ 3 സഹോദരങ്ങളെ വിളിച്ചു വരുത്തി, ഒപ്പം യാത്രക്ക് സഹായത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒപ്പം വരാനും വേണ്ടിയിട്ട്. അപ്പൊ ഒന്നാമത്തെ ആള് പറഞ്ഞു, അന കുൻതു അഖാക ഇലാ ഹാദിൽ ഹാൽ, ഇതുവരെ ഞാൻ നിന്റെ സഹോദരനായിരുന്നു. വമിനൽ ആന ഫലസ്തു, ഇവിടുന്ന് മുതൽ ഞാൻ നിന്റെ സഹോദരനല്ല. ബി അഖിൻ വലാ സാഹിബിൻ, ഒരു സുഹൃത്തുമല്ല സഹോദരനുമല്ല. വമാ ഇൻദി ഗൈറ ഹാദാ, ഇതല്ലാതെ ഒന്നുമില്ല എന്റെ അടുക്കൽ. ഫഖാല ലഹു, അപ്പൊ ഇയാള് പറയും, ലം തുഗ്നി അന്നി ശൈഅ, നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല. രണ്ടാമത്തെ ആള് ചോദിക്കും, രണ്ടാമത്തെ ആളും പറയും, ഞാൻ നിന്റെ സഹോദരനും ഇതൊക്കെ ആയിരുന്നു, ഞാൻ നിന്നെ യാത്ര അയക്കാൻ വന്നതാണ്, വാഹനത്തിൽ കയറ്റി യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അതിന് വന്നതാണ്, എന്റെ കയ്യിൽ ഒന്നും തരാനുമില്ല, ഞാൻ എന്റെ ഒപ്പം വരാനുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഒരാൾ കൂട്ടിനിച്ച് വരണം പറഞ്ഞു. അപ്പോൾ ഞാൻ വരൂല പറഞ്ഞു. മൂന്നാമത്തെ ആൾ വന്നു. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, മാ ഇൻദക അൻത, എന്താണ് നിന്റെ നിലപാട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുൻതു സാഹിബക ഫീ സിഹ്ഹതിക വമർദിക, ഞാൻ നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ രോഗമുള്ളപ്പോൾ ഞാൻ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. വാന സാഹിബുക അൽആൻ, ഇപ്പോഴും ഞാൻ എന്റെ ഒപ്പം തന്നെ ഉണ്ട്. വസാഹിബക ഇദാ റകിബ്ത റാഹിലതക, നീ യാത്ര ചെയ്യുമ്പോൾ അതിന് ഞാനുണ്ട്. വസാഹിബുക ഫീ മസീരിക, നിന്റെ യാത്രയിൽ ഉടനീളം ഞാൻ നിന്റെ ഒപ്പം ഉണ്ട്. ഫൈൻ സിർത സിർതു മഅക, നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ഒപ്പം ഞാനും ഉണ്ടാകും. വൈൻ നസൽതു മഅക, നീ എവിടെയെങ്കിലും ഇറങ്ങിയ അതിന്റെ ഒപ്പം ഞാൻ ഉണ്ടാവും. വൈദാ വസൽത ഇലാ ബലദിക കുൻതു സാഹിബക ഫീഹാ ലാ ഉഫാരിഖു അബദാ, നിന്റെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും, ഞാൻ നിന്നെ വേറിട്ട് പോകില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഈ 3 ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് മാലുഹു, അവന്റെ സമ്പത്താണ്. രണ്ടാമത്തേത് അഖാരിബുഹു അശീറത്തുഹു അസ്ഹാബുഹു, അവന്റെ കുടുംബക്കാരാണ്. മൂന്നാമത്തേത് അമലുഹു, അവന്റെ കുടുംബവുമാണ്. ഈ ഉപമയുടെ ഇതേ ലഫ്ലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസായി ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ദുർബലമാണെന്ന് ഉലമാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇതേ ഉപമ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഹദീസിന്റെ ആശയം ഏതാണ്? യത്ബഉൽ മയ്യിതി സലാസുൻ, മയ്യത്തിന്റെ 3 ആളുകൾ പിൻപറ്റും. എന്തൊക്കെയാണ്? അവന്റെ സമ്പത്ത്, അവന്റെ കുടുംബം, അവന്റെ കർമ്മം. എന്താ? 2 അവിടെ തിരിച്ചു പോകും. ഫയർജിഉ ഇസ്നാൻ വയബ്ഖ വാഹിദ്, ഒന്നവിടെ ബാക്കിയാവും, അമല് ബാക്കിയാവും. അതൊരു ഉപമയായിട്ട് ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ 18ാമത്തെ ഉപമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്,
ദുനിയാവിന്റെ ഉപമ എന്ന് പറയുന്നത് ഒരു രാജാവ് ഒരു വലിയ വീടൊരുക്കുകയും ആ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ അതിനെ അണിയിച്ചൊരുക്കുകയും ചെയ്തു. അങ്ങനെ ആ വീട്ടിലേക്കുള്ള വഴിയിൽ വളരെയധികം സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ നിർത്തി. ആ സ്ത്രീയുടെ ഒപ്പം കുറെ പരിചാരകരും ജോലിക്കാരും ഉണ്ട്. എന്നിട്ട് ഈ രാജാവ് ഈ സ്ത്രീയോട് പറയുകയുണ്ടായി, ഈ വരുന്ന വഴിക്കുണ്ട്, ഈ സ്ത്രീയോട് പറയുകയുണ്ടായി, നിന്നെ നോക്കാതെ നിന്നിൽ നിന്ന് ദൃഷ്ടി താഴ്ക്കുകയും പിന്നെ നിന്നിൽ നിന്ന് കണ്ണ് തെറ്റിക്കുകയും അവന്റെ കണ്ണ് തെറ്റിക്കുകയും അവന്റെ കണ്ണ് നിന്നിൽ മുഴുകാതിരിക്കുകയും നിന്നിൽ നിന്ന് കിട്ടുന്ന, അഥവാ രാജാവ് വീടൊരുക്കിയിട്ടുണ്ട്, ആ വീടിന്റെ വഴിയിലാണ് ഈ സ്ത്രീ വെച്ചിട്ടുള്ളത്. അപ്പൊ രാജാവ് പറയാണ്, നിന്നെ ശ്രദ്ധിക്കാതെ ഈ വീട്ടിലേക്ക് എത്താനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം നിന്നിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് നീ എന്ത് ചെയ്യുക? അയാളെ സഹായിക്കുക, അയാൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇനി വേറൊരാൾ ആ വഴിയിലേക്ക് വരുമ്പോൾ ഈ വീടിന്റെ കാര്യം മറന്നിട്ട് നിന്നെ മാത്രം കണ്ട്, നിന്റെ സൗന്ദര്യം കണ്ട് അതിൽ വീണുപോയി നിന്നെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ അവനെ നീ കീഴ്പ്പെടുത്തുക, അവനെ നിന്റെ അടിമയാക്കിയിട്ട് നീ നീ അവസ്ഥയിലാക്കുക എന്ന് രാജാവ് പറയുകയുണ്ടായി. ഈ ഒരു ഉപമ പറഞ്ഞിട്ട് പറയുകയാണ്, ഇതുപോലെയാണ് ദുനിയാവ്. അള്ളാഹു തആല ഒരുക്കിയിട്ടുള്ള മഹത്തായ ഭവനമാണ് സ്വർഗം. അതിലേക്കുള്ള വഴിയിൽ നമ്മെ വഞ്ചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദുനിയാവ്. അതാണ് ഈ സ്ത്രീയെ പറഞ്ഞത്. ആ ദുനിയാവിന്റെ സൗന്ദര്യം കണ്ട് അതിൽ വീണുപോയാൽ ദുനിയാവിന്റെ അടിമകളായി നമ്മൾ മാറും. എന്നാൽ ദുനിയാവിൽ നിന്ന് നമുക്ക് ഈ യാത്രക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം എടുത്ത് പിന്നെ അതിൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ദുനിയാവ് നമ്മുടെ പിന്നാലെ വരുന്ന അവസ്ഥയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇതിനെ അറിയിക്കുന്നുണ്ട്. മൻ കാനത്തി ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറ. ആരെങ്കിലും ചിന്ത ദുനിയാവാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ ചിന്ത ഭിന്നമായിരിക്കും. വമൻ കാനത്ത് ആഖിറത്ത് നിയ്യത. ആരുടെയെങ്കിലും ചിന്ത പരലോകമാണെങ്കിൽ ദുനിയാവ് അവന്റെ പിന്നാലെ അത്തത്ഹു വഹിയ റാഗിമ, പിന്നാലെ വരും അവന്റെ. അപ്പോൾ ഒരു ഉപമയായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദുനിയാവിലേക്ക് ശ്രദ്ധ പോകരുത് എന്നുള്ളത്. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ചില ഉദാഹരണങ്ങളാണ് ഇനി പറയുന്നത്. പിന്നെ 19-ാമത്തുള്ളത് അത് നമ്മൾ പറയുന്നില്ല. അടുത്ത 20-ാമത്തെ ഒരു ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലു ഹാദിഹി ദുനിയ മസലു സൗബിൻ ശഖ അവ്വലുഹു ഇലാ ആഖിരിഹി ഫബഖിയ മുഅല്ലിഖൻ ബിഖൈതിൻ ഫി ആഖിരിഹി ഫയൂശികു ദാലിക ഖൈതു അൻ യൻഖതിഅ. ദുനിയാവിന്റെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്ത്രം, ആ വസ്ത്രം ഇങ്ങനെ ചിന്നിപ്പോയിട്ട് ഒരൊറ്റ നൂലിന്റെ മേലെ തൂങ്ങി കിടക്കുന്നത്. ഒറ്റ നൂലിന്റെ മേലാണ് അതിങ്ങനെ ആ തുണി ഇങ്ങനെ ഒരു കഷ്ണം ബന്ധിപ്പിച്ച് നിൽക്കുന്നത്. അതിതാ ഇപ്പൊ പൊട്ടുമെന്നുള്ള നിലക്കാണ് നിൽക്കുന്നത്. അതാണ് ദുനിയാവിന്റെ ഉപമ എന്ന് പറയുകയുണ്ടായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ സന്ദർഭങ്ങളിൽ, പല സന്ദർഭങ്ങളിലും ഖുതുബ നിർവഹിക്കുമ്പോഴും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം വൈകുന്നേര സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, മാ ബഖിയ മിനദ് ദുനിയ ഫീമാ മവാ മിൻഹാ ഇല്ലാ കമാ ബഖിയ മിൻ യൗമികും ഹാദാ മിൻഹു. സ്വഹാബികൾ ഒരു ദിവസം പുറത്തേക്ക് നോക്കി, സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ദുനിയാവ് നശിക്കുക എന്നുള്ളത്, അന്ത്യനാൾ എന്നുള്ളത് ഈ ദിവസത്തിൽ ഇനി എത്ര ബാക്കി സമയമുണ്ടോ അതുപോലെ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ. അതുപോലെ ഹദീസുകൾ വന്നിട്ടുണ്ട്, ഞാനും അന്ത്യനാൾ ബുഇസ്തു അന വസഅക ഹാതൈൻ, രണ്ട് വിരലുകൾ അടുപ്പിച്ചിട്ട് പറഞ്ഞു, ഇത്ര അടുത്ത അവസ്ഥയിലാണ് ഞാനും പിന്നെ അന്ത്യനാളും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതുപോലെ ഒന്ന് രണ്ട് ഉപകരണങ്ങൾ കൂടി ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ ആശയങ്ങൾ തന്നെയാണ് വരുന്നത്, വേറെ ചില രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ സഹോദരങ്ങളെ, ദുനിയാവിന്റെ ഇതിൽ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത ഉപമകൾ അത് ഓരോന്നും ഹദീസുകളുടെയും അതുപോലെ തന്നെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ആശയങ്ങളെയും അറിയിക്കുന്നതാണ്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഉപമകൾ നമ്മൾ ആലോചിക്കുകയും ഉറ്റാലോചിക്കുകയും ചെയ്യുക. കാരണം ദുനിയാവിനോടുള്ള ഹുബ്ബ് ഏത് സമയത്തും നമുക്കുണ്ടാവും, ഏത് സമയത്തും ഉണ്ടാവും. അത് സമ്പത്തിനോടുള്ള ഹുബ്ബ് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ചിലപ്പോൾ ഭാര്യമാരോടും മക്കളോടും തന്നെയുള്ള അമിതമായ ഹുബ്ബ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തടയുന്ന രീതിയിൽ ഭാര്യയും മക്കളായാൽ അത് ദുനിയാവിനോടുള്ള ഹുബ്ബാണ്. ആ ദുനിയാവ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ഓരോ വസ്തുക്കളും നമ്മുടെ സ്വന്തത്തിനോട് തന്നെയുള്ള ഹുബ്ബ്. ഒരാൾക്ക് സ്വന്തം സൗന്ദര്യത്തിനോട് തോന്നുകയാണ്, സൗന്ദര്യത്തിനോട് ഹുബ്ബ് തോന്നിയിട്ട് ശിർക്കിലെത്തുന്ന ആളുകളുണ്ട്. കാരണം അത് ഇതൊക്കെ എന്റെയാണെന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചിട്ട് പല രീതിയിലുണ്ടാവും. അപ്പൊ ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ അടിസ്ഥാനമാണ്, അത് തിന്മകളിലേക്ക് നയിക്കുകയുള്ളൂ. ആരുടെ കൽബാണോ ദുനിയാവിനോടുള്ള ഹുബ്ബിൽ നിന്ന് ഒഴിവാകുന്നത് അവന്റെ
കൽബിൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിറയും. ഉലമാക്കൾ പറഞ്ഞതുപോലെ ദുനിയാവിനോടുള്ള ഹുബ്ബും അള്ളാഹുവിനോടുള്ള ഹുബ്ബും ഒരു കൽബിൽ ഉണ്ടാവൂല. ഒരു കൽബിൽ അതിന് ഹഖീഖത്ത് ഉണ്ടാവൂല. അവൻ എത്ര വാദിച്ചാലും ശരി, ദുനിയാവിനോടുള്ള ഹുബ്ബ് കയറിയാൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അവിടെ ഇല്ലാതാവും. അള്ളാഹുവിനോടുള്ള ഹുബ്ബുള്ളടുത്ത് ദുനിയാവിനോടുള്ള ഹുബ്ബ് കയറുകയുമില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ദുനിയാവിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഏത് നിമിഷവും നമ്മുടെ ഈ കൂട്ടത്തിൽ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം തീരുമാനിച്ച ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾ ഇന്ന് മരിക്കുക തന്നെ ചെയ്യും. പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും. അതിനുശേഷം പിന്നെ അവന് ദുനിയാവില്ല, ദുനിയാവിന്റെ യാതൊരു വസ്തുവില്ല. അവന്റെ മാതാപിതാക്കളില്ല, ഭാര്യയില്ല, മക്കളില്ല, സമ്പത്തില്ല, കച്ചവടമില്ല, വാഹനമില്ല, കൊട്ടാരമില്ല, ഒന്നുമില്ല. അതൊക്കെ മറ്റുള്ളവർ അനന്തരമായി എടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി എന്താണ് അവൻ ചെയ്തു വെച്ചത് അത് മാത്രമേ അവൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ദുനിയാവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ദുനിയാവ് ഒരിക്കലും നമ്മെ വേദനിപ്പിക്കേണ്ടതാവേണ്ട ആവശ്യമില്ല. ദുനിയാവ് പോവുകയാണെങ്കിൽ പോട്ടെ നോക്കണം. അഥവാ എന്തെങ്കിലും നഷ്ടം വന്നാൽ അത് ദുനിയാവാണ്, അത് പോയിക്കോട്ടെ. എന്തെങ്കിലും ലാഭം വന്നാൽ അത് ദുനിയാവാണ്, അതിൽ സന്തോഷിക്കാനുള്ളതല്ല. നഷ്ടപ്പെട്ടതിൽ അമിതമായ ദുഃഖം ആവശ്യമില്ല, കിട്ടിയതിൽ അമിതമായ സന്തോഷം ആവശ്യമില്ലാത്ത ഒരു ചരക്കാണ് ദുനിയാവ് എന്നുള്ളത്. നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, അല്ലാഹുവിനെ തആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യമായ സമ്പത്ത്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ദുനിയാവിൽ നിന്ന് എടുക്കാം. അതൊക്കെ ഈ ഉപമകളിൽ പറഞ്ഞതുപോലെ ആവശ്യമുള്ളതൊക്കെ എടുക്കാം. പരിധി ലംഘിച്ചാൽ അത് നഷ്ടത്തിലായിരിക്കും നമ്മെ ചെന്നെത്തിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ നാം സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ദുനിയാവിന് കൊടുക്കേണ്ട വില അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.